ജീലാനി അനുസ്മരണ പ്രഭാഷണമാണ് ഇന്ന് നടത്തേണ്ട വിഷയം. മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവരുടെ ഒരു പൊരുത്തം നമ്മുടെ ഈ മജ്ലിസിൽ നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. സഹോദരങ്ങളെ, ബഗ്ദാദിന്റെ ജീലാൻ എന്ന പ്രദേശം ബഹുമാനപ്പെട്ട അബൂ സാലിഹ് മൂസ എന്ന് പറയുന്നതായ വലിയൊരു സൂഫി വര്യൻ, തികഞ്ഞ ആത്മീയപരമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ, ചെറുപ്പക്കാരനാണ്. ആ നാട്ടിലുള്ള എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. മോശമായ ഒരു പ്രവർത്തനവും തന്റെ ജീവിതത്തിലില്ല. സംശുദ്ധമായ ജീവിതം നയിച്ച് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് നോമ്പുകൾ നോറ്റുവീട്ടി പാവങ്ങളുടെ കണ്ണീരൊപ്പി നിലകൊള്ളുന്നതായ നല്ല ചെറുപ്പക്കാരൻ. ഇബാദത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചതാകുന്ന യുവാക്കൾക്ക് അർശിന്റെ തണലുണ്ട് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടത്തക്ക വിധത്തിലുള്ള നല്ല സ്വഭാവ ഗുണങ്ങൾ ഒത്തുമേളിച്ചതാകുന്ന ബഹുമാനപ്പെട്ട അബൂ സാലിഹ് മൂസ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്. അദ്ദേഹം തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ദാരിദ്ര്യമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ഒന്നുമില്ല, ഉള്ള അറിവ് വെച്ചുകൊണ്ട് നല്ല അമൽ ചെയ്ത് മുന്നേറവേ ബഹുമാനപ്പെട്ടവർ നല്ല വിശപ്പും ദാഹവും ഉള്ളതാകുന്ന ഒരു സുദിനത്തിൽ അദ്ദേഹം ഇതാ ഒരു നദിയുടെ ഓരത്ത് കിടന്ന് വിശ്രമിക്കുന്നു. വിശ്രമിച്ച് എഴുന്നേൽക്കുമ്പോൾ നദിയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നതായിട്ട് കാണുകയാണ്. ആരുടെയാണോ എന്നൊന്നും അദ്ദേഹം നോക്കുന്നില്ല. ആ അത്തിപ്പഴം എടുത്ത് ബഹുമാനപ്പെട്ടവർ ഭക്ഷിച്ചു. ഭക്ഷിച്ചതിന് ശേഷമാണ് ചിന്തിക്കുന്നത്, പടച്ചറബ്ബേ, ഇതെനിക്ക് ഹലാലായ ഭക്ഷണമാണോ അതല്ല ഇതെനിക്ക് ഹറാമായ ഭക്ഷണമാണോ? കാരണം അനുവദിക്കപ്പെട്ടതല്ല. ഇതിന്റെ യജമാനൻ ആരാണെന്ന് അറിയില്ല. നദിയിലൂടെ ഒഴുകി വന്നതാണ്. ചിന്തിക്കണം നമ്മൾ, ബഹുമാനപ്പെട്ടവരുടെ സൂക്ഷ്മത. അവിടുന്ന് കിലോമീറ്ററുകളോളം നടക്കുകയാണ് സഹോദര സഹോദരിമാർ. മണിക്കൂറുകൾ നടന്നു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ആ നദിയുടെ തന്നെ ഓരത്ത് അങ്ങേ ആ തലത്തിൽ അദ്ദേഹം കാണുന്നു ഒരു തോട്ടത്തിൽ നിന്ന് ഒരു അത്തിപ്പഴത്തിൻ്റെതാകുന്ന വൃക്ഷം, അതിന്റെ ശിഖരങ്ങൾ ഈ നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അതിലിതാ അത്തിപ്പഴങ്ങൾ പഴുത്തു നിൽപ്പുണ്ട്. അതിൽ നിന്ന് പാകമായതാണ് നേരെ ഈ തോട്ടിലേക്ക് മറിഞ്ഞ് ഈ നദിയിലൂടെ ഒഴുകി തന്റെ മുന്നിലൂടെ വന്നത് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ ആ നദിയുടെ ഓരത്തുകൂടി കിലോമീറ്ററുകളും നടന്ന് ആ തോട്ടത്തെ കണ്ടുമുട്ടി, ആ വൃക്ഷം കണ്ടുമുട്ടി, ആ വൃക്ഷത്തിന്റെ മുതലാളിയെ തടഞ്ഞ് അതിനെ അന്വേഷിക്കുക. അവസാനം ഉടമസ്ഥനെ കണ്ടു. ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമുഖനായ സൂഫി വര്യനായ വലിയ ആലിമും തഖിയും നഖിയുമായ മുസ്തജാബു ദഅവ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. വലിയ സൂഫി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ചെറുപ്പക്കാരനാകുന്ന ഈ വ്യക്തി വന്നു. കണ്ടപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരിൽ ആകർഷനായി. നല്ല ഒരു സഹോദരൻ, നല്ല കണ്ടാൽ തന്നെ നല്ല സൗമ്യവും അടക്കവും ഒതുക്കവും ഉള്ളവൻ. ചോദിച്ചു, എന്താണ്? അപ്പൊ അബൂ സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പക്കാരനായ യുവാവാകുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു അത്തിപ്പഴം നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന്, ഇന്ന മരത്തിൽ നിന്ന്, ഇന്ന നദിയുടെ കരയിലുള്ളതാകുന്ന ആ തോട്ടത്തിലൂടെ ഒഴുകി വന്ന ഒരു അത്തിപ്പഴം ദൂരദിക്കിൽ ജീലാൻ എന്ന പ്രദേശത്തൂടി വന്നപ്പോ ഞാൻ അതിൽ നിന്ന് അല്പം ഒരെണ്ണം എടുത്ത് കഴിച്ചുപോയി. എന്റെ വിശപ്പ് കൊണ്ട് കഴിച്ചു പോയതാണ്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം, പക്ഷെ എന്റെ പൈസ ഇല്ല. ഞാൻ എന്ത് പണിയും ചെയ്തോളാം. സാമ്പത്തികമായി പ്രയാസമാണ്, ഞെരുക്കമാണ്. അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ഇവൻ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇവന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഒരേ ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കണം. അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു അത്തരത്തിലുള്ള സൂക്ഷ്മാലുക്കളാകുന്ന ചെറുപ്പക്കാരനെ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമയവും സന്ദർഭവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എന്റെ തോട്ടത്തിൽ തന്നെ നീ പണിയെടുക്കിന്. അതിന് പകരമായി ഒരു അത്തിപ്പഴം കഴിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരുടേതാകുന്ന തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് നിലകൊണ്ടു ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു ദിവസമല്ല, 2 മാസമല്ല, വർഷങ്ങളോളം അവിടെ ജോലി ചെയ്യാൻ. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ആവുന്ന ശിഷ്യനെ, ചെറുപ്പക്കാരനെ വിളിച്ച് സൂഫി വര്യനും അള്ളാഹുവിനെ വലിയ തഖ്വ വെച്ച് ജീവിക്കുന്നതുമായ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സഹോദര, നിനക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്തു തരാം.
അരുമ ശിഷ്യനാണത്. വർഷങ്ങളോളം അദ്ദേഹം തോട്ടത്തിൽ ജോലി ചെയ്യുക മാത്രമല്ല, സൂഫി വര്യനും വലിയ ആലിമുമായ അബ്ദുല്ലാഹി സൗമഇയിൽ നിന്ന് ധാരാളം ആത്മീയപരമാകുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും തികഞ്ഞ ആത്മീയതയിലേക്ക്, സൂഫിസത്തിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ശിഷ്യനിൽ എല്ലാവിധ ഗുണങ്ങളും മേളിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉസ്താദാകുന്ന അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. ആ മകൾക്കുള്ള പ്രശ്നങ്ങളും പറഞ്ഞു കൊടുത്തു. അവൾ അന്ധയാണ്, അവൾ മൂഖയാണ്, അവൾ ബധിരയാണ്, അവൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചവളാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവളാണ്, കാതിന് കേൾവിശക്തി ഇല്ലാത്തവളാണ്, നാവിന് സംസാര വൈഭവം നഷ്ടപ്പെട്ടു പോയവളാണ്, കൈകാലുകൾക്ക് സ്വാധീന ശക്തി ഇല്ലാത്തവളാണ്. ചുരുക്കി പറഞ്ഞാൽ യാതൊരു വിധമാകുന്ന ഒരു സൗന്ദര്യത്തിൻ്റെതാകുന്ന അടയാളങ്ങളും, ഒരു മനുഷ്യന് വേണ്ടുന്നതാകുന്ന ഗുണഗണങ്ങൾ, മനുഷ്യനായി പിറന്നവർ അവർ ഗുണങ്ങളായി മനുഷ്യക്കുന്നതാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും തന്നെ ഇല്ല. ഭിന്നശേഷിക്കാരനാകുന്ന ഒരു മകളാണ് തനിക്കുള്ളത് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ചിന്തിക്കണം. ആ ശിഷ്യനാകുന്ന ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വിഷയമില്ല, എനിക്ക് വിവാഹം ചെയ്തു തന്നോളി. ഞാനതിനെ അംഗീകരിച്ചു, സംതൃപ്തിപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മളൊന്ന് ചിന്തിക്കണം. എത്രത്തോളം വിനയമുള്ള മനുഷ്യൻ. ഒരു അത്തിപ്പഴം കഴിച്ചതിന്റെ പേരിൽ അതിന്റെ മുതലാളിയെ തേടിപ്പോകുന്ന കാലഘട്ടം ചിന്തിക്കണം. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ നിന്ന് ഹിജറ 400-ൽ നടന്ന സംഭവങ്ങളാണ് ഈ വിവരിക്കുന്നത്. പഠിക്കണം നമ്മൾ. 1000 വർഷങ്ങൾക്ക് ഇപ്പുറം എത്തിയപ്പോൾ അയൽവാസിയുടേതാകുന്ന മതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്നതാകുന്ന മാങ്ങ താഴെ നിന്ന് കല്ലുകൊണ്ട് എറിഞ്ഞെടുത്ത് അതിന്റെ മുതലാളിയെ കണ്ടുകൊണ്ട് തന്നെ അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ എറിഞ്ഞു വീഴ്ത്തി. അങ്ങനെ എറിഞ്ഞു വീഴ്ത്തുന്നവനെ സോഷ്യൽ മീഡിയയിലെ വലിയ സംഭവമായി എടുത്തു കാണിക്കുന്ന കാലഘട്ടം അല്ലേ അല്ലേ ഈ അടുത്തുണ്ടായിരുന്നല്ലോ ഒരാൾ ചക്ക എറിഞ്ഞു വീഴ്ത്തുന്ന കണ്ടില്ലായിരുന്നു. അവനിതെല്ലാം കണ്ടിട്ടിരിക്കുക. കണ്ടില്ലേ? നിങ്ങളാരും കണ്ടില്ലേ? ഒരാൾ ചക്ക ഒറ്റ ഏറിന് വീഴ്ത്തുന്നത്, ഒരു കല്ലിന്റെ കഷ്ണം കൊണ്ട് ഒറ്റ ഏറി വീഴ്ത്തും. സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിരുന്നു. കണ്ടില്ലേ? കണ്ടവരൊന്ന് കൈവരക്കി. എത്ര പേരുണ്ട്? ഖുർആനിലെ ആയത്ത് കണ്ടിട്ട് എത്ര ദിവസമായെന്ന് ചോദിച്ചാൽ എന്തോ ആട്ടെ, രണ്ടുപേരെങ്കിലും കണ്ട്. ബാക്കിയുള്ളവരൊന്നും സോഷ്യൽ മീഡിയ നോക്കാത്തവരാണ്. അല്ലാഹ്. അപ്പൊ പിന്നെ ആ ഭാഗമൊന്നും പറയണ്ട. രക്ഷപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കണേ. ഏതായിരുന്നാലും അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അദ്ദേഹം പറഞ്ഞു, എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. വിവാഹത്തിന് വേണ്ടി ഉടമ്പടി ചെയ്തു. സവ്വജുക വ അൻകഹതുക ബിന്തി ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ഒരു അത്തിപ്പഴത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട മുതലാളിയെ സമീപിച്ചതാണ്. അവസാനം ആ മുതലാളിയുടെ വിരൂപിയായ, അന്ധയായ, ബധിരയായ, മൂകയായ, ഭിന്നശേഷിക്കാരിയായ, അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വരികയാണ്. ആദ്യ രാത്രി എത്തി. വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രി നമ്മളെപ്പോലെ നേരത്തെ പെണ്ണ് കണ്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ആദ്യ രാത്രിയിലേക്ക് ചെല്ലാൻ നേരെ ചെന്നു. സുബ്ഹാനല്ലാഹ്, മണിയറയിൽ പ്രവേശിച്ചു. ബഹുമാനപ്പെട്ടവർ നോക്കുമ്പോൾ മണിയറയിൽ നിൽക്കുന്നത് അതിസുന്ദരിയായ ഒരു പെണ്ണാണ്. അംഗവൈകല്യങ്ങളൊന്നും തന്നെയില്ല. നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് തനിക്ക് വാഗ്ദാനം ചെയ്തതുപോലെയുള്ള ഒരു പെണ്ണല്ല. അന്ധയും ബധിരയും അല്ല. എല്ലാം കേൾക്കാം, എല്ലാം കാണാം. അവൾക്കെല്ലാം സംസാര വൈഭവമുണ്ട്. യാതൊരുവിധ പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറത്തേക്ക് വന്നു. ഉസ്താദാകുന്ന ഭാര്യയുടെ പിതാവാകുന്ന അദ്ദേഹം ചോദിച്ചു, ഉപ്പ ചോദിച്ചു, എവിടെയാണ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു സംഭവമൊന്നും അല്ലല്ലോ, വേറെ ഏതൊരു പെണ്ണ് മണിയറയിൽ കയറിയിരിപ്പുണ്ട്, ഒരുങ്ങി നിൽപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു രൂപത്തിലും ഭാവത്തിലും ഉള്ളതല്ല. അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പറഞ്ഞതാകുന്ന പെണ്ണത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട മകളാണവൾ. അവളെ ജനങ്ങൾ വിളിക്കുന്നത് തന്നെ ഉമ്മുൽ ഖൈർ എന്നാണ്. ഉമ്മുൽ ഖൈർ ഫാത്തിമ. എന്റെ മകൾ ഇന്ന് വരെ ഒരു ഹറാം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവളുടെ അന്ധയാണെന്ന് പറയാൻ കാരണം. അവൾ ഇന്ന് വരെ ഒരു ഹറാം കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ കുറിച്ച് അവൾ ബധിരയാണ്, മൂഖയാണെന്ന് പറയാൻ കാരണം. അവൾ ഇന്ന് വരെ ഒരു ഹറാമായ സംസാരം മറ്റുള്ളവരോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ളവളാണെന്ന് പറയാൻ കാരണം. അവൾ കൈകാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് ഇന്ന് വരെ നടന്നിട്ടില്ല, പിടിച്ചിട്ടില്ല.
അബ്ദുല്ലാഹി സൗമൈ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകളെ കുറിച്ച് വാചാലനാവുകയാണ്. എന്റെ പൊന്നുമോൾ ഒരു ഹറാമ് കാണാത്തവളാണ്, ഹറാമ് കേൾക്കാത്തവളാണ്, ഹറാമിലേക്ക് കൈകൊണ്ട് പിടിക്കാത്തവളാണ്, ഹറാമായ തലത്തിലേക്ക് നടക്കാത്തവളാണ്, തികഞ്ഞ സാലിഹായത്തായ ഒരു പൊന്നുമോളാണ്. എന്റെ പൊന്നുമോളാകുന്ന ഫാത്തിമയാണ്. ആ ഫാത്തിമയാണ് നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നത്. കാരണം നീ ഒരു തികഞ്ഞ സൂഫി വര്യനാണ്. കേവലം ഒരു അത്തിപ്പഴം കഴിച്ചതിന്റെ പേരിൽ എന്റെ തോട്ടത്തിൽ വന്നുകൊണ്ട് എന്റെ അടിമയായി നിലകൊണ്ട് എനിക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് വർഷങ്ങളോളം കഴിച്ചു കൂട്ടിയവനല്ലേ. ഇൽമു പഠിക്കാൻ മടിയില്ലാതെ എന്റെ അടുക്കൽ കഴിഞ്ഞ് ഞാൻ നൽകുന്ന ഭക്ഷണം മാത്രം കഴിച്ച് യാതൊരു വിധത്തിലും മടിയില്ലാതെ ദിവസങ്ങളോളം തള്ളി നീക്കിയവനല്ലേ. എത്ര വല്ല ചൂടുള്ള ഘട്ടങ്ങൾ വന്നാലും തണുപ്പുള്ള ഘട്ടങ്ങൾ വന്നാലും പരിഭവമില്ലാതെ ഉസ്താദിന്റെ ഹളറത്തിൽ നിലകൊണ്ടവരല്ലേ. അതുകൊണ്ട് അബൂ സാലിഹേ, എന്റെ ഈ സാലിഹത്തായ പൊന്നുമോളെ നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. അൽഹംദുലില്ലാഹ്, രണ്ടുപേരും പോയി റാഹത്തായ ജീവിതം, കുടുംബജീവിതം നയിക്കുക. ഉമ്മുൽ ഖൈർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടതാകുന്ന മഹദിയാകുന്ന ഫാത്തിമ എന്ന് പറയുന്നതായ ആ സഹോദരി 60 വയസ്സെത്തിയപ്പോഴതാ ഒരു പൊന്നുമോൻ പിറക്കുന്നു. മഹാനായ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. 60ാമത്തെ വയസ്സിലാണ് ഉമ്മാക്ക് ആരുണ്ടാകുന്നത്? അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന ദേശത്താണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. അതുകൊണ്ടാണ് ജീലാനി എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലാക്കണം, നിസ്സാരക്കാരനല്ല. കാലം അദ്ദേഹത്തെ വിളിച്ച പേരാണ് മുഹിയുദ്ദീൻ. ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അബ്ദുൽ ഖാദർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടതാകുന്ന മഹാനുഭാവൻ സാരക്കാരനല്ല. അല്ലാഹ്, ചരിത്രം പറഞ്ഞാല് ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. എത്രയാണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്, നിസ്സാരക്കാരനല്ല. നിങ്ങൾ ഓർക്കണം, ഹിജറ 470 ബഗ്ദാദിലെ ജീലാൻ എന്ന് പറയുന്ന ദേശത്ത് ജനിച്ചതാകുന്ന ബഹുമാനപ്പെട്ടവർ ഹിജറ 561 അവിടുന്ന് വഫാത്താകുന്നത്. റബീഉൽ ആഖിർ 11. അപ്പൊ ഈ വർഷം നമുക്ക് തിങ്കളാഴ്ച ദിവസമാണ് റബീഉൽ ആഖിർ 11, 7-ാം തീയതിയാണ്. അന്നാണ് അവിടുത്തെ ആണ്ടിന്റെ ദിനം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ കാലഘട്ടത്തിൽ ജീവിച്ച ധാരാളം സൂഫി വര്യന്മാരുണ്ട്. അതിനുശേഷം ജീവിച്ച എത്രയോ ഔലിയാക്കൾ, എത്രയോ മഹാന്മാരുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ച തന്നെ ധാരാളം മഹത്തുക്കളാകുന്ന ആളുകളുണ്ട്. അതിനപ്പുറം രാജാക്കന്മാരുണ്ട്, തമ്പുരാക്കന്മാരുണ്ട്. എത്രത്തോളം നമ്മൾ കാണാറില്ലേ, നാണയത്തിന്റെ പുറത്ത് ചില രാജാക്കന്മാരുടെ ഫോട്ടോ വരുന്നുണ്ട്, അല്ലേ? അക്കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ആ രാജാക്കന്മാരെയും തമ്പുരാക്കന്മാരെയും ഒന്നും സ്മരിക്കപ്പെടുന്നില്ല. 1000 വർഷങ്ങൾക്ക് ഇപ്പുറവും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാമം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, റബീഉൽ അവൽ കഴിഞ്ഞ് വസന്തത്തിന്റെ ആ മാസം പിന്നിടുന്നതിന് മുമ്പായി റബീഉൽ ആഖിർ നമ്മളിലേക്ക് വരുന്നു. അടുത്ത ഒരു വസന്തം. ഈ വസന്തത്തിൻ്റെതാകുന്ന പവിത്രമാക്കപ്പെട്ടതായ മാസത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഓർത്തുകൊണ്ട് ഈ കൊല്ലം ജില്ലയിലെ കുഴിപ്പള്ളി എന്ന് പറയുന്ന ദേശത്തുള്ളതാകുന്ന നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാ സൂഫി വര്യന്മാരും, എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും പണ്ഡിതന്മാരും മഹത്തുക്കളും അവരെ സിയാറത്ത് ചെയ്യുന്നു. അവരെ സ്മരിക്കാതെ, അവരെ ഓർക്കാതെ, അവർക്കൊരു യാസീൻ ഓതാതെ, ഖത്ം ഓതാതെ, ദിക്ർ ചെല്ലാതെ, അവരുടെ അവദാനങ്ങൾ വാഴ്ത്താതെ, അവരെ പാടി പുകഴ്ത്താതെ അവരുടേതാകുന്ന ജീവിതങ്ങൾ പോകുന്നില്ല. ഈ റബീഉൽ ആഖിർ മാസത്തിലൂടെ നമ്മൾ ചിന്തിക്കണം. എത്രയോ മഹാന്മാർ, എത്രയോ രാജാക്കന്മാർ പോയിട്ടുണ്ട്, അവരൊന്നും സ്മരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം നിസാരക്കാരനല്ല, ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ്. മുത്തുനബിയുടെ കാലം കഴിഞ്ഞു, ഹിജറ 470 എത്തി. ഈമാനിൻ്റെതാകുന്ന പ്രകാശം പരിപൂർണമായി അണഞ്ഞുപോയിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ശൈഖ് അവറുകൾ ഉദയം ചെയ്യുന്നത്. ഈമാനിന്റെ പ്രഭ ബഹുമാനപ്പെട്ടവരിലൂടെ ആ ലോകത്ത് മുഴുവനും ഉണ്ടായി തീർന്നു. നിസ്സാരക്കാരനല്ല. തന്റെ പ്രിയപ്പെട്ട പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. മാതാവാണ് ബഹുമാനപ്പെട്ടവരെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ 18ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാവ്
ആ മാതാവിന് 78 വയസ്സുള്ള സമയത്ത് മകനെ ഓതാൻ വേണ്ടി പറഞ്ഞു വിടാൻ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പറഞ്ഞു വിടാൻ. 18ാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലേക്ക് പോകുന്നത്, പട്ടണത്തിലേക്ക് പഠിക്കാൻ പോവാണ്. അന്ന് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നിലാമി യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളത് അവിടെയാണ്. അവിടേക്ക് പഠിക്കാൻ പോവുകയാണ്. ആധ്യാത്മിക ഗുരുക്കളുടെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ അറിവ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടാൻ. ആ പോകുന്ന സന്ദർഭത്തിലാണ് തന്റെ സ്ഥലം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി നിജപ്പെടുത്തിയിട്ട് വാപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയിരുന്നതായ സ്ഥലം അത് ഓഹരി ചെയ്യാൻ ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന് ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. രണ്ടുപേർക്കുമായിട്ട് ആ സ്ഥലം വീതിക്കുക. 40 സ്വർണ്ണ നാണയം മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനും കൊടുത്തു, 40 സ്വർണ്ണ നാണയം മൂത്ത സഹോദരനും കൊടുത്തു. ഈ 40 സ്വർണ്ണ നാണയമാണ് ഉമ്മ തന്റെ പോക്കറ്റിന്റെ ഒരു ഭാഗത്ത് തുന്നിച്ചേർത്ത് പിടിപ്പിച്ച കഥ. ഈ ചരിത്രം അറിയാത്ത ഒറ്റ ഉസ്താദുമാരും ഇല്ല, ഒറ്റ ആട്ടുകാരില്ല, എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളെല്ലാ പ്രാവശ്യം കേൾക്കുന്നത്. പക്ഷെ ആ ചരിത്രം പറയേണ്ടതുമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം കളവ് പറയുക മാത്രമല്ല, കളവ് പ്രചരിപ്പിക്കുന്ന മാതാപിതാക്കളുള്ള കാലഘട്ടമാണ്. ഒരു ദിവസം മദ്രസ വന്നില്ലെങ്കിൽ വാപ്പയും ഉമ്മയും തന്നെ മക്കൾക്ക് അടി കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഉസ്താദുമാര് ആ ഡയറിയിൽ എഴുതിക്കൊണ്ട് വരണമെന്ന് പറയുമ്പോൾ നല്ല വെണ്ടക്കാശരത്തി നമ്മൾ തന്നെ എഴുതുകയാണ്. വാപ്പ തന്നെ എഴുതി കൊടുക്കുന്നത്. മകൻ ഇന്നലെ ലുലുമാളിലായിരുന്നു സംഭവം, തിരുവനന്തപുരത്ത് മാള് കാണാൻ പോയത്. എന്നാലും ഇവിടെ എഴുതി വെക്കുന്നത് എന്താ, ഇന്നലെ എന്റെ മോന് കോവിഡ് ആയിരുന്നു തോന്നുന്നുണ്ട്, ഉസ്താദ് ടെസ്റ്റ് ചെയ്യാൻ പോയേക്കായിരുന്നു. അല്ലേ, നമ്മൾ തന്നെ കള്ള എഴുതി വെക്കാൻ. ഉമ്മ അതിന് അടിയിൽ നല്ല ഒപ്പിട്ട് ഓമന ആമിന എന്നൊക്കെ എഴുതി അവൾ ഒപ്പിട്ട് വെച്ച് റാഹത്തായി. ആർക്കും ഒരു വിഷയമില്ല. നമ്മൾ തന്നെ എന്ത് കളവ് പഠിപ്പിക്കാൻ. ഇത് കാണുന്ന മകനും മകളും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ചിന്തയാണ്. പിന്നെ ഒരു പ്രാവശ്യം ലീവ് എടുക്കുമ്പോൾ കുട്ടികൾ തന്നെ ഓടിക്കൊണ്ടുവരാണ്. ഇതൊന്ന് എഴുതിയേക്ക് കേട്ടോ, മുമ്പ് എഴുതിയ പോലെ തന്നെ. ഇതാണ് മക്കൾക്കത് പ്രചോദനമായി കൊടുക്കാൻ വാപ്പായും. അതുകൊണ്ട് തന്നെ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന് ഉമ്മ കൊടുക്കുന്ന ഒരു ഉപദേശം 18ാമത്തെ വയസ്സിൽ, മോനെ കളവ് പറയരുത് കേട്ടോ. ഓർക്കണം, നമ്മൾ ഇന്ന് വരെ മക്കളെ വിളിച്ചിട്ട് ഈ ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. മക്കൾക്ക് എത്ര വയസ്സായി? മക്കൾക്ക് 50 വയസ്സായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും വയസ്സെത്തിയിട്ട് നമ്മൾ ഇന്ന് വരെ എന്ത് പറഞ്ഞിട്ടില്ല? കളവ് പറയരുതേ എന്ന് വാപ്പ പറഞ്ഞിട്ടില്ല. കാരണം വാപ്പ ദിവസവും കളവ് ഇങ്ങനെ പറയുന്നത് കേട്ടാണ് മക്കൾ വളരുന്നത്. ഉമ്മ കളവ് പ്രചരിപ്പിക്കുന്നതും കളവ് പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടാണ് മക്കൾ വളരുന്നത്. നിസ്സാരമായ ഒരു വിഷയമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശമാണ്. വാപ്പയില്ലാതെ വളർത്തിക്കൊണ്ടുവരാൻ യതീമായ മകനാൻ. പക്ഷെ ഈ വാപ്പയും ഉമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്, രണ്ടുപേരുടെയും തലമുറ നിസ്സാരമല്ല, വലിയ തലമുറയാണ്. ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പരമ്പര സുബ്ഹാനല്ലാഹ് ചെന്ന് നിൽക്കുന്നത് ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവിയുടെ 2ാമത്തെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ശരിക്കും ശ്രദ്ധിക്കണം, ഉമ്മയുടെ പരമ്പര. ഉമ്മയുടെ പേരും എന്താണ്? ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്ന് തന്നെയാണ്. ആ ഉമ്മയുടെ വാപ്പയാണ് അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു, സൂഫി വര്യനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പരമ്പര നേരെ ചെന്ന് നിൽക്കുന്നത് എവിടെ? മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ 2ാമത്തെ മകനാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് ആ പരമ്പര ചെന്ന് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആരാണ്? സയ്യിദാണ്, തങ്ങൾ കുടുംബമാണെന്ന് അർത്ഥം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. 15 വർഷമായിട്ട് നമുക്ക് സേവനം ചെയ്യുന്ന തങ്ങളെ നമ്മൾ കണ്ണിലുണ്ണിയായി വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ തങ്ങളുടെ പൊരുത്തം നമുക്ക് കിട്ടാനാണ്, അല്ലെ? ആ തങ്ങളുടെ ഒരു പ്രാർത്ഥന ലഭിക്കാനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തവും തണലും ഒക്കെ നമുക്ക് ജമാഅത്തിനും ഈ മഹലിന്റെ അഭിവൃദ്ധിക്കുമൊക്കെ അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബിയുടെ കുടുംബത്തോടുള്ള മഹബ്ബത്ത് അത് വലുതാണ്. അള്ളാഹു അത് നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ സയ്യിദാണ് ആര്? മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. വാപ്പയാകുന്ന അബൂ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പരമ്പര ചെന്ന് നിൽക്കുന്നതോ സുബ്ഹാനല്ലാഹ് ഫാത്തിമ ബീവി എന്ന മുത്തുനബിയുടെ മകളുടെ ആദ്യ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അപ്പൊ വാപ്പാടെ പരമ്പര ആദ്യ മകൻ ഹസനിലേക്കും 2ാമത്തെ മകനായ ഹുസൈനിലേക്കും ഉമ്മയുടെ പരമ്പരയും. ഇങ്ങനെ ഒരു വ്യക്തി ലോക ചരിത്രത്തിലില്ല, മനസ്സിലാക്കണം. അതാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു കുത്തുബിയ്യത്ത് രചിച്ചപ്പോൾ അതിൽ അദ്ദേഹം കീളക്കരയിൽ പോയിട്ടില്ലേ? നിങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഏർവാടിയിൽ പോകുമ്പോൾ കീളക്കര മക്കാമിൽ പോയി സദഖത്തുല്ലാഹിൽ കാഹിരിയെ കാണണം. കണ്ടിട്ടില്ലേ? പോയിട്ടുണ്ടോ? അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? പോയവരൊന്ന് കൈവർത്തിക്ക്. അൽഹംദുലില്ലാ. പോവാത്തവരൊക്കെ പോവാൻ തൗഫീഖ് നൽകട്ടെ. അവിടെ നിന്ന് എഴുതി വെച്ചെന്ത്? അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ
فكنت شمسا وبادرا نورا التمعا أنت الأحق لتودع محي الدين يا محي الدين يا محي الدين عبد القادر جيلاني സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖുതുബിയ്യത്തിന്റെ വരികളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ ആബൻ വ ഉമ്മൻ ശരീഫൈനി ഖജിദ്ത മഅ വാപ്പ വഴിയിലും ഉമ്മ വഴിയിലും വലിയതാകുന്ന പദവി അലങ്കരിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. വാപ്പയുടെ പരമ്പര നേരെ ചെന്ന് നിൽക്കുന്നത് മുത്തുനബിയുടെ മകളാകുന്ന ഫാത്തിമ ബീവിയുടെ പൊന്നുമോനാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഉമ്മയാകുന്ന ഉമ്മുൽ ഖൈർ ഫാത്തിമയുടെ പരമ്പര ചെന്ന് നിൽക്കുന്നതും സുബ്ഹാനല്ലാഹ് ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമയുടെ രണ്ടാമത്തെ മകനാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. രണ്ട് മഹോന്നതരാകുന്ന വ്യക്തിത്വങ്ങളിലേക്ക് ചെന്ന് തീർന്നതായ വലിയ പരമ്പരയാണ് അവിടുത്തേത്. ഒരു നിസ്സാരമായ പരമ്പരയല്ല, സമുന്നതമായ പരമ്പരയാണ്. നമുക്കൊക്കെ ഒരു 4 വാപ്പമാരുടെ പേര് പറയാൻ പറഞ്ഞ വഴിമുട്ടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വാപ്പാടെ പേരെന്താണ് അത് പറയും, അതിന്റെ വലിയാപ്പാടെ പേര് അതും പറയും. അതിന്റെ വലിയാപ്പാടെ പേര് തന്നെ ചിലർക്കറിയില്ല. 3ാമത്തെ വാപ്പാട്, 4ാമത്തെ വാപ്പാടെ ചിലർക്കറിയില്ല, 5ാമത്തെ വാപ്പാട് ഒട്ടും അറിയില്ല, വാപ്പാക്ക് പോലും അറിയില്ല. അങ്ങനത്തെ കാലഘട്ടം. അതൊക്കെ എഴുതി വെക്കണം. ഒരു 4 വാപ്പമാരുടെ തലമുറയെങ്കിലും എഴുതി വെക്കണം. ഇൽമുൽ അൻസാബ് വലിയൊരു സംഭവ വിഷയമാണ്. നമ്മുടെ നസബകൾ, നമ്മുടെ പരമ്പര, അത് പഠിക്കൽ വിഷയമാണ്. അങ്ങനെ ഇൽമ തന്നെ ഉണ്ട്. ഒരു ഇൽമിന്റെ ശാഖയിൽപ്പെട്ടതാണ് ഇൽമുൽ അൻസാബ്. നമ്മുടെ പരമ്പര, അതൊക്കെ നിസ്സാര വിഷയമല്ല. നമ്മുടെ മക്കൾ, ഇന്ന് മക്കൾക്ക് ആർക്കും ബന്ധങ്ങൾ അറിയില്ല. ഒരു ചേർത്തിട്ട് ഓരോരുത്തർ കല്യാണം വീട്ടിൽ വന്നിട്ട് ചില ഉമ്മമാര് ചോദിക്കത്തില്ലേ, എടാ മോനെ, കുഞ്ഞുമനെ, അറിയാവെന്നെ. അപ്പൊ നമ്മളെന്ത് ചെയ്യാ? പിന്നെ കൊള്ള അറിയാന്ന് ഉമ്മ അറിയാത്തവരാണ്. അപ്പൊ ചിലര് വിടൂല. അവര് പറയും, എന്നാ പിന്നെ നീ പറ, ആരാന്ന് പറ. അപ്പൊ ആകെപ്പെട്ട് ആരാക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോവാന്ന് കരുതി അവര് സമ്മതിക്കൂല. അല്ലേ? ശരിയല്ലേ? അങ്ങനെയില്ലേ? ചിലരങ്ങനെ പിടിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല, ബന്ധങ്ങൾ അറിയില്ല. പാപ്പാടെ ഏറ്റവും അടുത്ത ആളായിരിക്കും, ഉമ്മാടെ ഏറ്റവും അടുത്ത കുടുംബക്കാരിയായിരിക്കും. പക്ഷെ ബന്ധങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല, പഠിക്കുന്നുമില്ല. അവന്റെ ജീവിതം, ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത കാലഘട്ടം. സ്വന്തമായുള്ള ജീവിതം, അടച്ചിട്ട റൂമിലിരുന്ന് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക. ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ മതി, റാഹത്ത്. അവിടെ പോവുക, തിരിച്ചു വരിക, അവിടെ പോവുക, തിരിച്ചു വരിക. ബാക്കി എല്ലാ ബന്ധങ്ങളെയും കാറ്റിൽ പുറത്ത്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ ബന്ധങ്ങളെയും കൂട്ടിയിണക്കിയിട്ട് പോകണം. കാരണം ആരാണ്, എവിടുന്നാണ്, ഏത് രീതിയിലാണ് ഉപകാരങ്ങൾ നമുക്കുണ്ടാവുക പറയാൻ പറ്റൂല. ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ് രക്തബന്ധുക്കളും എല്ലാ ബന്ധങ്ങളും. അതുപോലെ മുലകുടി ബന്ധവും രക്തബന്ധവും അയൽപക്ക ബന്ധവും സാമൂഹ്യ ബന്ധവും സാമുദായിക ബന്ധവും വിശാലമായ കാഴ്ചപ്പാടാണ് വിശുദ്ധ ഇസ്ലാമിൽ. അയൽപക്ക ബന്ധങ്ങളെ തന്നെ പറഞ്ഞത് 40 വീടാണ്. 40 വീടാണ് നിന്റെ അയൽപക്കം എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്, എത്ര പേരാണ് സഹോദരങ്ങളെ 40 വീട് അയൽപക്കങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ളത്? എണ്ണി തിട്ടപ്പെടുത്തണത് നമ്മൾ ഇന്ന് തന്നെ വീട്ടിൽ പോയി വലത്തോട്ട് 10, ഇടത്തോട്ട് 10, കിഴക്കോട്ട് 10, പടിഞ്ഞാറോട്ട് 10 എഴുതണം. അപ്പൊ അറിയാം ഓരോ ബന്ധങ്ങളും എത്രത്തോളം വലുതാണെന്നുള്ളത്. നമ്മൾ തൊട്ട അയൽപക്കത്തുള്ള വ്യക്തിക്ക് ക്യാൻസർ പിടിക്കുന്നത് അറിയുന്നത് എപ്പോഴറിയാം? അവന്റെ വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരു ഉസ്താദ് വന്നിട്ട് പോകുമ്പോ നമ്മൾ ഉസ്താദിനെ വിളിക്കും, എന്താ ഉസ്താദ് പറഞ്ഞു? അയാള് ക്യാൻസർ ആയിട്ട് 2 കൊല്ലം, ഇനി അറിഞ്ഞില്ലേ? ഇതാണ് മനുഷ്യന്റെ ബന്ധങ്ങളുടേതാകുന്ന വിള്ളൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സമൂഹത്തിൽ നടക്കുന്നതിന് ഇടയ്ക്കാന്ന് പറഞ്ഞത് മാത്രം. വഹീദി ശൈഖ് റളിയല്ലാഹു അൻഹു പരമ്പര വിശാലമാണ്. വാപ്പയുടെ പരമ്പര നേരെ ചെന്ന് നിൽക്കാൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആരിലേക്ക്? മുത്തുനബിയുടെ പ്രിയപ്പെട്ടതാകുന്ന മകനിലേക്ക്, അഥവാ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക്. മകളിലൂടെ ബന്ധം, സംഘന്മാരുടെ ബന്ധം ഉണ്ടാവുമോ എന്ന്. അങ്ങനെ തന്നെയാണ് എല്ലാ സയ്യിദന്മാരുടെയും. അങ്ങനെ ബന്ധം നിലനിൽക്കുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മതിയല്ലോ നമുക്ക്. നിഹായിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുനബിയുടെ മകൾ മുഖേനയാണ് സയ്യിദ് പരമ്പര നിലനിൽക്കുന്നത്. കാരണം ആൺമക്കളൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാണ്. ഞാൻ അതും സാന്ദർഭികം ഉണർത്തിയത് അഹ്ലുബൈത്തിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗവും ചിലർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആൺമക്കളല്ലേ വരേണ്ടത്, അവരുടെ പരമ്പരയല്ലേ എന്ന് ചോദിച്ച് ബഹളം വെക്കുന്നവരുണ്ട്. അവർക്ക് അടിയായിട്ടാണ് പറയുന്നത്, ഇതെന്റെ വാക്കല്ല, ഇമ്മത്ത് എന്ത് രേഖപ്പെടുത്തിയോ അതിവിടെ ജീവിക്കും.
അത് തന്നെയാണ് നമ്മളിവിടെ പറയുകയും ചെയ്യുക. വേറെ ഒന്നും ഇവിടെ നിലനിൽക്കൂല. ആരുടെയും ജൽപ്പനങ്ങളൊന്നും ഇവിടെ എടുത്തു പറയൂല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ, മുത്തുനബിയുടെ മകളിലൂടെയാണ് ഈ പരമ്പര എല്ലാം നിൽക്കുന്നത്, നമ്മുടെ തങ്ങളവരുടെ അടക്കം. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. നമുക്ക് ധാരാളം കാലം നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നിൽക്കട്ടെ, വഹീദ് ശിഖർ റളിയല്ലാഹുവിന്റെ പരമ്പര നമ്മൾ മനസ്സിലാക്കി. 18ാമത്തെ വയസ്സിൽ ഉമ്മ പറഞ്ഞു വിടുമ്പോൾ, ഇൽമു നുകരാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ ഉമ്മ കൊടുക്കുന്ന ഒരു ഉപദേശം, സയ്യിദായ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്നത്, അനന്തരം കിട്ടിയ വാപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയ 40 സ്വർണ്ണ നാണയം കുപ്പായത്തിന്റെ ഒരു സൈഡിൽ തുന്നിച്ചേർത്തിട്ട് പറയുന്നു, മോനെ കളവ് ഒരു മനുഷ്യരോട് പറയുന്നു. ആരോടും പറയാൻ പാടില്ല, മുസ്ലിമിനോടൊന്നില്ല അമുസ്ലിമിനോടൊന്നില്ല, ഒരാളോടും കളവ് നീ പറയാൻ പാടില്ല. അതാണ് ഉമ്മാക്ക് നൽകാനുള്ള ആകെയുള്ളൊരു ഉപദേശം. ഇതല്ലാതെ വേറൊന്നും ഉമ്മ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മകന്റെ കാതിൽ നിന്ന് ഹൃദയത്തിലേക്ക് തറച്ചു ആ വാക്ക്, ഹൃദയത്തിലേക്ക് തറച്ചു ആ വാക്ക്. മകൻ പോകുന്ന വഴിയിൽ നമുക്കറിയാം, കൊള്ള സംഘം വന്ന് പിടിച്ചു. അവർ പരിപൂർണമായി പരിശോധിക്കാൻ, കൊച്ചുകുട്ടിയാകുന്ന 18 വയസ്സുള്ളതാകുന്ന കുട്ടിയുടെ കൈവശം ഒന്നും ഉണ്ടാവില്ല എന്നവർ തീർച്ചപ്പെടുത്തി. എന്നാലും പരിശോധനയിലൊന്നും ഒഴിവാക്കിയില്ല. പരിശോധിച്ചു, ശരിക്കും നല്ലതുപോലെ പരിശോധിച്ചു. കാണുവാനില്ല, ഒന്നും തന്നെ കണ്ടെത്തിയില്ല. അവസാനം കൊള്ളത്തലവും വെറുതെ ചോദിച്ചു, നിങ്ങളുടെ കൈ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പൊ കുട്ടി പറയാൻ, എന്റെ കയ്യില് 40 സ്വർണ്ണ നാണയമുണ്ട്. സ്വർണ്ണ നാണയാണ്, അല്ലാതെ 40 രൂപ അല്ല, 40 സ്വർണ്ണ നാണയമുണ്ട് എന്ന് പറയാൻ. അത്ഭുത പരതന്ത്രനായിട്ട് ചോദിച്ചു, എവിടെ? കൊള്ളത്തലവൻ ചോദിക്കാണ്. കാണിച്ചു കൊടുത്തു. ദേ കണ്ടോ, കുപ്പായത്തിന്റെ താഴെ എന്റെ ഉമ്മ തുന്നിച്ചേർത്ത് വെച്ചിരിക്കാണ്. കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, നീ എന്തിനാണ് മോനെ സത്യം പറഞ്ഞത്? നീ എന്തിനാണ് ഇങ്ങനെ സത്യം പറഞ്ഞത്? നീ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിശോധിച്ച് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ നിന്നെ വെറുതെ വിടാൻ വേണ്ടി നിൽക്കുമ്പോ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, ഉള്ള സാധനം കാണിച്ചു തരികയും ചെയ്തത് എന്തിനാണ്? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞതാണ് മുത്തുനബിയുടെ വചനം, കളവ് പറയരുത് എന്ന്. അതാണ് ഞാൻ ചെയ്തത്, വേറെ ഒന്നുമല്ല. ആ വാക്ക് കേട്ടിട്ട് ഹൃദയത്തിലേക്ക് ഈമാനികമാകുന്ന പ്രകാശം അള്ളാഹു കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, ദീനിനെ ജീവിപ്പിച്ച വ്യക്തി എന്ന് അദ്ദേഹത്തിന് നാമകരണം ചെയ്യപ്പെടുന്നത് നിസാരമല്ല. 18ാമത്തെ വയസ്സിൽ തന്നെ ആ കൊള്ളത്തലവനെയും അദ്ദേഹത്തോടൊപ്പം വന്നിട്ടുള്ളതാകുന്ന സർവ്വ കൊള്ളക്കാരെയും ദീനിലേക്ക് പരിവർത്തനം നടത്താൻ അവരെല്ലാവരും കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈമാനിലേക്ക് കടക്കാൻ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് ഒരാള് നമ്മളിൽ നിന്ന് ഈമാൻ തെറ്റിയതല്ലാതെ ഈമാൻ ഒരല്പമെങ്കിലും ഒന്ന് കടന്നു വരാൻ സഹായിച്ചിട്ടുണ്ടോ? ഉള്ള ഈമാനും കൂടെ പോയ അവൻ ദീനീന്ന് പുറത്തു പോകും. നമ്മുടെയൊക്കെ പ്രവർത്തനം കണ്ടു. അള്ളാഹു ആക്കട്ടെ. മോമിനായ ഒരു മനുഷ്യന്റെ ഈമാൻ ഒരല്പം ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. പഠിക്കണേ സോദരാ, പഠിക്കണേ ഉമ്മ. ഔലിയാക്കൾ എന്ന വിഭാഗം ഇല്ല എന്ന് വാദിക്കുന്നവരെ ഖുർആനിനെ കളവാക്കുന്നവരാണ്. കാരണം ഖുർആനിലൂടെ അല്ലാഹു അടിവരയിട്ടുകൊണ്ട് പറയുകയാ, അലാ അറിയണേ, പഠിക്കണേ, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കഴിഞ്ഞുപോയ കാലഘട്ടത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു ഭയപ്പാടും അവർക്കില്ല. വരാനിരിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു വ്യസനവും അവർക്കില്ല. ഒരു വിഷയത്തിലും അവർക്ക് പേടിയില്ല. NRC CA ഒരു വിഷയം അവർക്കില്ല.
അവര് കുലുങ്ങത്തില്ല. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റി ഒരു ഭയപ്പാടും അവർക്കില്ല. വരാനിരിക്കുന്ന ലോകത്തെ പറ്റി ഒരു ദുഃഖവും അവർക്കില്ല. വിശുദ്ധ ഖുർആൻ അഥവാ വിലായത്തിന്റെ മർത്തബയിലേക്ക് നീ എത്തിയാൽ നിനക്ക് കിട്ടുന്ന നേട്ടമാണ് നീ എത്തിച്ചേരുന്നത് ഈ ഒരു പ്രതലത്തിലേക്കാണ്, ഈ ഉന്നതമായ ദറജയിലേക്കാണ്. വിലായത്ത് കിട്ടിയാൽ വലിയായാൽ നിനക്ക് കിട്ടുന്നതായ ക്വാളിറ്റി, നീ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തും. ഒരു ഭയപ്പാടും ഇല്ല, ഒരു വിഷയമില്ല. ഇത് അവിടെ ബോംബ് പൊട്ടി അനങ്ങത്തില്ല, ചലിക്കത്തില്ല. ഖുർആൻ പറഞ്ഞതാണ്, അതാണ് ക്വാളിറ്റി. വഹീദി ശൈഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും മഖാമിൽ പച്ച പുതച്ചുകൊണ്ട് ശരീരത്തിൽ ഒരു പച്ച ഷാളുമിട്ടുകൊണ്ട് കൈവരലുകൾ 50 മോതിരം അണിഞ്ഞിട്ട് യാഹൂ കളിച്ചിരുന്നതായ മനുഷ്യനല്ല. വഹീദി ശൈഖ് റളിയല്ലാഹു അൻഹു തികഞ്ഞതായ സൂഫി വര്യനാ, അതോടൊപ്പം തന്നെ വലിയതായ ധനികനാണ്. ധനികനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. അർത്ഥമല്ലേ 40 സ്വർണ്ണ നാണയത്തിന്റെ കഥ? അല്ലാതെ 40 രൂപ ആയിട്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതെ ഇൽമോടിക്കാൻ പോവല്ല, കാശും വെച്ചോണ്ടാ പോകും. നല്ല കാശുള്ള വ്യക്തിയായിരുന്നു. ആരെയും കൂസൂല, ഒരാളെയും കൂസേണ്ട കാര്യമില്ല. ഇൽമ പഠിക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ വരും. പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെ, ബഗ്ദാദിന്റെ നിസാം യൂണിവേഴ്സിറ്റിയിൽ 40 കൊല്ലം ദറസ് നടത്തി ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പോയിട്ട് 32 കൊല്ലമാണ് ഇൽമു പഠിച്ചത്. 32 കൊല്ലം. 33ാമത്തെ കൊല്ലമാണ് പഠനം പൂർത്തീകരിക്കുന്നത്. എല്ലാ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു. ഞാൻ മുങ്ങിക്കുളിച്ചു. ബഹുമാനപ്പെട്ടവർ തന്നെ പറയുകയാണ്, വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ, ഖുർആനിന്റെ തഫ്സീറുകളിൽ, ഹദീസിന്റേതായ ഗ്രന്ഥങ്ങളിൽ, നിദാന ശാസ്ത്രങ്ങളിൽ, തർക്കശാസ്ത്രങ്ങളിൽ എന്ന് വേണ്ട എല്ലാ വിജ്ഞാനത്തിന്റെ സർവ്വ ഫന്നുകളും ഞാൻ കരഗതമാക്കി. അക്കാലഘട്ടത്തിലെ അലിമീങ്ങൾക്കിടയിൽ ഒറ്റമുത്തായി ഞാൻ അറിയപ്പെട്ടു എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കാരണം പഠിച്ചത് എത്ര വർഷമാണ്? 32 കൊല്ലം പൂർത്തിയാക്കി പഠിച്ചു. നമ്മുടെ മക്കൾ ഓതാൻ പോയാലല്ല, വാപ്പ ഓതാൻ കൊണ്ട് വിട്ട് തിരിച്ച് വാപ്പ കുഴിപ്പള്ളി എത്തി, നാട്ടിലെത്തി, പുനക്കൂർ കുന്ന്, നമ്മുടെ നാട് പുനയൂർ കുന്ന്, പുനക്കണ്ണൂരിലെത്തിയിട്ട് വാപ്പ ഹോളിമ്പല്ലടിക്കുമ്പോ മകനാ കഥ തുറക്കുന്നത്. ഏത് മകൻ? ഇവനെയാണ് മണിക്കൂറുകൾ വിട്ടിട്ട് തിരുവനന്തപുരത്ത് കൊണ്ട് ഓതാൻ കൊണ്ട് വിട്ടതാ. അപ്പൊ ട്രെയിൻ കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും മകൻ വേറെ ടാക്സി വിളിച്ചിങ്ങ് വന്നു. ഇതല്ലേ നടക്കുന്നത്? ഒതാൻ കൊണ്ട് വിട്ട മക്കൾ എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? എത്ര പേര് ഇരിക്കുന്നത്? ചിലര് ചിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അല്ല, അതൊരു ഹള്ളാണ്, എല്ലാവർക്കും സംഭവിക്കൂല, എല്ലാവർക്കും അത് പറ്റിക്കണമെന്നില്ല. ചിലർ ഓതാൻ പോയിട്ടുണ്ട്, പകുതിക്കിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. മുത്തഫരീദ് ഓതി തീർക്കാതെ തിരിച്ചു വന്നവരുണ്ട്. ചിലർ ഉസ്താദിന്റെ അടിപ്പാത്രം മാത്രം മോഹിച്ച് കുറച്ചാളും കൂടെ ഓതിയവരുണ്ട്. അങ്ങനെയൊക്കെ ഓതില് പല കോലത്തിലാണ്. പിന്നെ വീട്ടിലെ ചില അലായിക്കും അവായിക്കും ഒക്കെ വരുമ്പോ, വീട്ടിലെ ചില ബന്ധങ്ങളും വിഷയങ്ങളും ഒക്കെ വരുമ്പോ ഓതില് മുടങ്ങിപ്പോയവരുണ്ട്. തഫ്സീർ മിഷ്കാത്തും ഒക്കെ ഓതിയവരുണ്ട്. എത്രയോ ആളുകളുണ്ട്. പിന്നെ അവിടെ വെച്ച് ഓതില് മതിയാക്കിയിട്ട് മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞു പോയവരുണ്ട്. ഗൾഫിൽ പോകേണ്ടി വന്നവരുണ്ട്. കാരണം വാപ്പ മരിച്ചുപോയി, പെങ്ങന്മാരെ കെട്ടിക്കണം, വീട്ടിൽ വളരെ ദാരിദ്ര്യമാണ്, ഓതൽ പൂർത്തിയായിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവണം. അങ്ങനെ വിഷമിച്ച ഒരുപാട് ആളുകൾ നമ്മളോട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓതൽ മുടങ്ങിപ്പോവുക, ഓതുന്ന കാലഘട്ടത്തിൽ ഓതലിനെ മുടക്കമാക്കുന്ന മാനിയായി വരുന്ന സംഭവങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തൗഫീഖ്. ഒരാൾ ഓതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഹിഫ്ളിനാകട്ടെ അല്ലെങ്കിൽ ആലിമിനാകട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തടസ്സങ്ങളില്ലാതെ, അവന്റെ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ കുടുംബത്തിനോ ഒരു പ്രശ്നമൊന്നുമില്ല, സാമ്പത്തിക ഞെരുക്കമൊന്നുമില്ല, പോയി ഓതുന്നതിൽ യാതൊരുവിധ വിഷമവുമില്ലാതെ ഓതി പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വലിയ തൗഫീഖാണ്. 8 കൊല്ലം ഓതണ്ടേ? സാരമല്ലല്ലോ. 10 കൊല്ലം എടുക്കും ബിരുദവും ബിരുദാനന്തരം എടുത്തുകൊണ്ട്. ഹാഫിദും കൂടെ ആയാൽ ചിലപ്പോൾ 10-13 വർഷം അങ്ങ് പോകും.
എഞ്ചിനീയറിങ്ങോ BMBS പോകാൻ 5 കൊല്ലമേ ഉള്ളൂ. ഇവൻ എന്താ ഇത്രയും കാലം ഓതിയത്? ഒരുപാട് ഫന്നുകളുണ്ട്, നിസ്സാര വിഷയമല്ല. വ്യത്യസ്തമായ ഫന്നുകൾ പഠിച്ചിട്ടാണ് അവൻ വരുന്നത്. ആ ഒരു ചെറുപ്പക്കാരന്റെ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം അവന് MBBS ആകുക എന്ന് പറയുന്നത് നിസ്സാരമായ വിഷയമാണ്. അവനെ പോലെയുള്ള ബുദ്ധിക്ക് അവഗാഹമുള്ള ആളുകൾ, നമ്മുടെ സമുന്നതരായ ആലിമീങ്ങൾ അവരുടെ അറിവുകളെ, അവരുടേതാകുന്ന തലച്ചോറിനെ ഈ ഭൗതികമാകുന്ന ഒരു അറിവ് കൂടി പഠിക്കാൻ വേണ്ടി ഒന്ന് മനസ്സ് തിരിച്ചാൽ വല്ലാഹി അവരോളം അറിവ് ഒരാൾ നേടിയെടുക്കൂല. അത്രത്തോളം വലിയ അവഗാഹം ഇൽമിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ പഠിച്ചിട്ടുള്ളവരാണ്. നിസ്സാരരാക്കാൻ പാടില്ല. 10 കൊല്ലം വെറുതെ അല്ല. പക്ഷെ ഈ 10 കൊല്ലമല്ല, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠനം ഒന്ന് ചിന്തിക്കാൻ. ആഴ്ചയിൽ ഒരു ദിവസം ലീവില്ല, മാസത്തിൽ 3 ദിവസം ലീവ് കൊടുക്കുന്ന ഒരു അറബി കോളേജ് അല്ല, ഒരവധിയില്ല, ഒന്നുമില്ല. ഉസ്താദുമാരെടുക്കൽ നിന്ന് അടുത്ത ഉസ്താദിലേക്ക് 32 കൊല്ലം, 33ാമത്തെ കൊല്ലമാണ് ഓതല് പൂർത്തിയാകുന്നത്. പൂർണ്ണമായി പഠിക്കാൻ, ഇൽമിന് വേണ്ടി തന്നെ നിലകൊള്ളാൻ രാവും പകലുമുള്ള ഓത്താൻ. അതും മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഓതലാണെന്ന് മനസ്സിലാക്കണം. നമ്മളൊന്നുമല്ല മാറിക്കടക്കല, കുറച്ചേരം കിടന്നാ വിശ്രമിക്കുക, അതൊന്നുമല്ല. അല്ല ഉസ്താദ് സബക്കിന് വിളിക്കുമ്പോ പോകാം, അങ്ങനെയല്ല. ഉള്ളത് തന്നെ പരിപാടി, ഓതല് തന്നെ ഓതല്, കറാത്ത് മറാത്ത്. സുബ്ഹാനല്ലാഹ്, ഓതി പൂർത്തിയാക്കി മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിപ്പിക്കാൻ നിലകൊള്ളുകയാണ്. ഓതി പൂർത്തിയാക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ വയസ്സെത്രയാണ്? സുബ്ഹാനല്ലാഹ്, വയസ്സങ്ങോട് കഴിയുകയാണ്, 50 കഴിയുകയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. എത്രയായി? 18-ന് പിന്നെ 32 കൂടെ ആയപ്പോ എത്രയായി? 33 വർഷം. എത്രയായി? 51 വയസ്സായി. 51 വയസ്സായി പഠിച്ചു തീർന്നപ്പോ, ഇൽമു പഠിച്ചപ്പോ. ഒന്ന് ചിന്തിക്കണം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ മൊയ്തീൻ ശൈഖിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് നല്ല നെയ്ച്ചോറ് പഠിച്ച് റാഹത്തായി, അടുത്ത കൊല്ലം വെക്കണേ, ഇച്ചിരി എരിവും പുളിയും വെക്കൂടെ ഉണ്ടായിരുന്നു, റാഹത്തായി എന്ന് പറഞ്ഞ് ആറ്റായും കൊടുത്തിട്ട് പോയിട്ട് എന്ത് കാര്യം? ഇവരെ കുറിച്ച് പഠിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 51 വയസ്സായി പഠിച്ചു തീർന്നപ്പോ, ഇൽമു പഠിച്ചു കഴിഞ്ഞപ്പോ 51 വയസ്സായി. 51 to 40 കൊല്ലമാണ് ദർസ് നടത്തിയത്. അപ്പൊ എത്ര വയസ്സായി? ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരായിരുന്നു. കണക്ക് ക്ലാസ്സിൽ പോലും പോകാതെ ഇവിടെ വന്നപ്പോ ഇവിടെ ഇത് തന്നെ കളി. എത്രേ പറ? 91 അല്ലേ? ശരിയല്ലേ? അതെ, ഇപ്പം കുനിഞ്ഞിരിക്കുക, അങ്ങോട്ട് നോക്കിയാൽ പണി കിട്ടുമെന്ന് പറയും. 91ാമത്തെ വയസ്സിലാണ് അവിടുന്ന് എന്ത് ചെയ്യുന്നത്? വഫാത്താകുന്നത്. റളിയല്ലാഹു അൻഹു. ഹിജ്റ 561-ലാണ് അവിടുന്ന് വഫാത്താകുന്നത്. ജനിച്ചത് എപ്പോഴാണ്? 470. 91 വയസ്സ് എന്ന് പറഞ്ഞാൽ പഠിപ്പും പിന്നെ 40 വർഷത്തെ ദറസും. അതൊക്കെ ഒരു ചിട്ടയാ. അത് പടച്ചോൻ കൊടുക്കുന്ന ഒരു കളവെന്ന് നമ്മൾ പറയത്തില്ല, ഒരു സംഭവമാണത്. സാരമല്ല, 40 വർഷത്തെ ദറസാണ്. ഇൽമ പഠിപ്പിച്ചു കൊടുക്കാം. 32 കൊല്ലം പഠിച്ച ഇൽമ 40 വർഷത്തോളം അവർ ദറസ് നടത്തി. 5000-ൽ പരം ആളുകൾ, ക്രൈസ്തവ മതത്തിലും ജൂതമതത്തിലുമുള്ള ആളുകൾ അവരുടെ കൈക്ക് പിടിച്ച് ഇസ്ലാം മതം പുൽകി. 5000-ൽ പരം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് വിലായത്തിന്റെ മർത്തബയിലേക്ക് കടന്നു വന്നു. മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ അവരുടെ പ്രഭാഷണം കേട്ടിട്ട് വിലായത്തിലേക്ക് എത്തി. അങ്ങനെയാണ്, വഅദ് കേട്ടാ പിന്നെ അവരെങ്ങോട്ടാവും? വിലായത്തിലേക്കാവും. 70 പേരെങ്ങനെ വലത്തു നിർത്തും, 70 പേരെങ്ങനെ ഇടത്തു നിർത്തും. അവരുടെ ഒരു രീതിയാണത്. എന്നിട്ടിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുമെന്നാണ്. വലത്തുനിന്ന് ഇടത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കയറും. ഈമാനിക പരിവേഷം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുറിച്ചാണ് ഈ പറയുന്നത്. സാരക്കാരനല്ല, നമ്മളെക്കാൾ 1000 കൊല്ലം മുമ്പ് ജീവിച്ചവ. നമ്മളിവിടെ 2 കൊല്ലം മുമ്പ് മരണപ്പെട്ടവരെയൊക്കെ വലിയ ലോകോത്തര വലിയ സംഭവമൊക്കെ മാറ്റുന്നതായ ആളുകളാണ്. 1000 കൊല്ലമുള്ള മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുമ്പോൾ ഈമാൻ നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അദ്ദേഹം ഔലിയാക്കളുടെ നേതൃത്വമായത്, സാരക്കാരനല്ല. എന്താണ് അദ്ദേഹത്തിനുണ്ടായ ക്വാളിറ്റി? എന്താണ് അദ്ദേഹം? എങ്ങനെയായുള്ള മനുഷ്യനായിരുന്നു? ഖുർആൻ പറയുന്നു, യഥാർത്ഥ വിലായത്തുള്ള വ്യക്തി തന്നെ ഏത് നിലയ്ക്കാകണം? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. മുത്തഖിയായ മനുഷ്യനായിരുന്നു, തഖ്വയുള്ള മനുഷ്യനാണ്. മാത്രമല്ല ഈമാനിന്റെ സ്ഫുരിക്കുന്ന വ്യക്തിത്വമായിരുന്നു, ഈമാനിന്റെ നിറകുടമായിരുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാർ, പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ സച്ചരിതരാകുന്ന ഔലിയാക്കൾ ഒരു ഭയപ്പാടുമില്ലാതെ സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ക്വാളിറ്റിയിലേക്ക് അവർ എത്താനുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ച റബ്ബിനെ പരിപൂർണമായി ഈമാനികമാകുന്ന വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, ജീവിച്ചവരാണ്. മാത്രമല്ല ഈമാൻ മാത്രമല്ല കൈമുതലാക്കിയത്, വകാനൂ യത്തഖൂൻ, അവർ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വഫിൽ ആഖിറ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷകരമാകുന്ന ജീവിതമാണ് അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് കേട്ടോ. ഈ ദുനിയാവിലും സന്തോഷമാണ്, ആഖിറത്തിലും സന്തോഷമാണ്. ഔലിയാക്കൾ നിസാരക്കാരല്ല, അവരെ നിസാരപ്പെടുത്താനും പാടില്ല. അവർ മഹോന്നതരായ വ്യക്തിത്വമാ. അവർക്ക് ദുനിയാവിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ആഖിറത്തെ കുറിച്ച് മാത്രമുള്ള ചിന്തയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ പടച്ച റബ്ബിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പരിപൂർണമായി നിലകൊള്ളുന്നവരാണ്. വേറെ ഒരു ചിന്തയില്ല അവർക്ക്. സുഹൃദാണ് പരിത്യാഗം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സമുന്നതനായ പണക്കാരനായിരുന്നു. പഠിച്ചു വെക്കണേ, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നുകൊണ്ട് കാതിൽ വന്നുകൊണ്ട് സ്വകാര്യം പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ക്ലാസ് കഴിയാറായി. അതേ വ്യക്തി തന്നെ ഓടി വന്നുകൊണ്ട് ശൈഖ് അവറുകളുടെ കാതിൽ വന്നിട്ട് പറയുകയാണ്, എന്തോ ഒന്ന് സംസാരിക്കുന്നു. ശൈഖ് അവറുകൾ അല്പനേരം മൗനം അവലംബിച്ചിട്ട് സ്വന്തം ശരീരത്തിലേക്ക് നോക്കി നിന്നിട്ട് വീണ്ടും പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ശൈഖാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാര് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ, പതിവില്ലാതെ നിങ്ങൾ സബക്കിനിടയിൽ അദ്ദേഹം വന്നുകൊണ്ട് എന്തോ എന്ന് പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം മൗനം അവലംബിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, ഓൺലൈനിലൂടെ കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരെ, കേട്ട് പഠിക്കേണ്ട വാക്കാണ്. അവിടുത്തെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി എന്നെ കാതിൽ വന്നുകൊണ്ട് പറഞ്ഞത്, അല്ലയോ ശൈഖ് അവറുകളെ, നിങ്ങളുടെ കച്ചവട ചരക്കുമായിട്ട് ദൂരസ്ഥലത്തേക്ക് പോയതാകുന്ന കപ്പൽ ഇതാ കടലിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ട്. നിങ്ങളുടേതാകുന്ന സാധന സാമഗ്രികൾ മുഴുവനും പരിപൂർണമായി കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ എന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി, മൗനമൊന്ന് അവലംബിച്ചുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് നോക്കി. ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ മുഴുവനും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഈമാനിന്റെ പ്രഭ സുരിക്കുന്ന എന്റെ മനസ്സിന് വല്ല ഇളക്കമുണ്ടായിട്ടുണ്ടോ? എന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി എന്റെ മനസ്സിനുണ്ടോ എന്നെന്റെ മനസ്സിലേക്ക് നോക്കിയപ്പോ ഇല്ല, എന്റെ മനസ്സ് പതറിയിട്ടില്ല, എന്റെ മനസ്സ് ചിതറിയിട്ടില്ല, എന്റെ മനസ്സ് അനങ്ങിയിട്ടില്ല. അല്ലാഹുവിലേക്ക് മാത്രമായിട്ട് എന്റെ മനസ്സ് ഒരേ ഒരു ചാണിൽ തന്നെ നിലകൊള്ളുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിനെ ചലിപ്പിക്കാത്ത അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. എന്തിനാണ് ഉസ്താദേ രണ്ടാമത് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ക്ലാസ് കഴിയാറായപ്പോ അതേ മനുഷ്യൻ തന്നെ
ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ്, ശൈഖ് അവറുകളെ, നിങ്ങളുടെ കച്ചവടത്തിന്റെ ചരക്കല്ല കത്തിപ്പോയിട്ടുള്ളത്, അത് മറ്റൊരാളുടെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വീണ്ടും എന്റെ മനസ്സിലേക്ക് നോക്കി. എന്റെ സാധനമല്ല, എന്റെ കച്ചവട ചരക്കല്ല എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിന് വല്ല ഇളക്കവുമുണ്ടോ? അൽഹംദുലില്ലാഹ് ദുനിയാവ് കിട്ടിയല്ലോ എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടോ? എന്റെ മനസ്സിന് വല്ല ചാഞ്ചല്യമുണ്ടോ എന്ന് നോക്കുമ്പോ എന്റെ മനസ്സ് മുമ്പ് എവിടെയാണ് നിന്നത്? മറ്റൊരു തന്നെ കച്ചവട ചരക്കാണെന്ന് കേട്ടപ്പോഴാണോ? ഒന്നുമല്ല, എന്റെ മനസ്സ് ചലിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിനെ ചലിപ്പിക്കാതെ നിലനിർത്തിയല്ലോ. അഖില സ്തുതിയും നിനക്കാണ് അല്ലാഹ്. എന്റെ മനസ്സിനെ ചലിപ്പിക്കാതെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രഭ പരിപൂർണമായി നൽകിയ പടച്ചറപ്പേ, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. ആണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം. നമ്മളാണെങ്കിലോ കഴിഞ്ഞ് നെഞ്ചത്തടിച്ചിട്ട് കരച്ചിലോടെ സബുക്കും തീർന്നെല്ലാം കഴിഞ്ഞ് കിതാബ് അടച്ചു വെച്ച് പിള്ളേരെ പിരിച്ചുവിട്ട് ദർസെല്ലാം കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം ആകെയുള്ള കച്ചവട ചരക്ക് മുഴുവനും കൊണ്ടുപോകാൻ, കപ്പൽ നിറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ. അതാണ് കത്തി നശിച്ചതെന്ന് പറയുന്നത്. എന്റേതാണോ എന്ന് ഓർത്തിട്ട് എന്റെ മനസ്സ് ചെലുങ്ങിയിട്ടില്ല. എന്റേതല്ല എന്ന് കേട്ടപ്പോഴും ഞാൻ നോക്കി. എന്റേതല്ല, മറ്റൊരുത്തന്റെയാണെന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിന് വല്ല ചാഞ്ചല്യമുണ്ടോ? ഇല്ല. എന്റെ മനസ്സിന് പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ പടച്ചറബ്ബേ, അഖില സ്തുതിയും നിനക്ക്. അൽഹംദുലില്ലാഹ്. ആണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അണുവിട വ്യതിചലിക്കില്ല. ആ ഒരു ഈമാൻ കിട്ടണം നമുക്ക്. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്ത്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. യഥാർത്ഥ വിലായത്തുള്ളവൻ അവൻ ചിന്നുമ്മയല്ല. യഥാർത്ഥ വിലായത്തുള്ളവൻ ചിന്നുപ്പയായതിന്റെ സേവനം ചെയ്യൂല. ദുനിയാവിന്റെ പിറകെ അവൻ ഓടുകയില്ല. ദുനിയാവ് കിട്ടാൻ ആഗ്രഹിക്കുന്നവനല്ല. ഞാൻ കിട്ടാൻ വേണ്ടി നിൽക്കുക. പോരട്ടെ പോരട്ടെ പോരട്ടെ. വരുന്നവന്റെ പോക്കറ്റ് ഊതി നോക്കുക, പോക്കറ്റിന്റെ കനം നോക്കിയിട്ട് ആൾക്ക് എഴുതി കൊടുക്കുക. ആ പരിപാടിയൊന്നും ദുനിയാവ് ആഗ്രഹിക്കൂല. ഇന്ന് വ്യാജന്മാര് കൂടുതലെടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇന്ന് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുമ്പോ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സമൂഹത്തോട് വ്യാജന്മാരെ കുറിച്ചാണ്. വ്യാജന്മാരെല്ലാത്തിലും ഉണ്ട് അല്ലേ? വ്യാജ ഫുഡുണ്ട്, ഫുഡില്ല ഇഷ്ടം പോലെ. മായം കലർന്ന ഫുഡില്ലേ? വ്യാജ ഡോക്ടർമാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങള് ഡൽഹിയിലെ ഭാഗത്തോട്ടൊക്കെ പോയാൽ മതി. അത് യുബന്തിന്റെ ഒക്കെ സ്ഥാപനത്തിന്റെ പരിസരത്തൊക്കെ അവിടെ പഠിക്കുന്ന സമയത്ത് ഡോക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്. ബോർഡ് വെച്ചിരിക്കുകയാണ്. വന്നോ പനിക്ക് ഗുളിക എഴുതി തരാം, വായു ഗുളിക എടുത്തു തരികയാണ് നമുക്ക്. കാര്യമായിട്ട് കഴിക്കുകയാണ്. ഇഷ്ടം പോലെ ഡോക്ടർമാരുടെ പേരെഴുതി വെച്ചിട്ടിരിക്കുകയാണ്. ഒക്കെ വ്യാജന്മാരാണ്, ഇഷ്ടം പോലെ ഉണ്ട്. പല നാടുകളിലുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പോലെ പറ്റിച്ച് കയറിയ ആളുകളില്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉണ്ടല്ലോ. അപ്പൊ വ്യാജന്മാരെല്ലാത്തിലും ഉണ്ട്. എന്നതുപോലെ വ്യാജന്മാര് വ്യാജസിദ്ധന്മാരായി ചമയുന്നവരുണ്ട്. ഇരന്തൂരിലുള്ള നലബരിയുടെ കാരണം ഷാഫി എന്ന് പറയുന്ന ഒരു വ്യാജസിദ്ധന്റെ കൗലാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നല്ല റാഹത്തുള്ള ജീവിതം കിട്ടണോ? എന്ത് വേണം? 2 പേരെ കുരുതി കൊടുത്താൽ മതി, നരബലി നടത്തിയാൽ മതി. അങ്ങനെ റോസിലിയെ കൊണ്ടുവന്ന് തല കട്ട് ചെയ്ത് മാരടം മുറിച്ചു. ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം യോനിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ പാത്രം വെച്ചു കൊടുത്തു. ആ പാത്രം നിറഞ്ഞതാകുന്ന രക്തത്തുള്ളികൾ കൊണ്ടുപോയി വിഗ്രഹങ്ങളുടെ മുന്നിൽ വെച്ച് ദിവസങ്ങളോളം പൂജിച്ചു. ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളും മാരടം ഉൾപ്പെടെ 50 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി ഫ്രീസറിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ദിവസങ്ങളോളം അതിൽ നിന്നെടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല റാഹത്തായിട്ട് ഫ്രൈ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ച്. എന്തിനാ ഇത് കഴിച്ചതെന്ന് ചോദിച്ചപ്പോ എന്താ പറയുന്നത്? നല്ല ഐശ്വര്യ സമ്പൂർണമായ ജീവിതം കിട്ടാൻ. അതിപ്പോ കിട്ടിയില്ല ഉസ്താദേ, ജയിലിൽ നല്ല ഫുഡല്ലേ. ചൊവ്വാഴ്ച ദിവസം നല്ല മട്ടൻ കറി ജയിലിലെ മെനു കേട്ടാ ഇപ്പൊ വൈകിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ മെനു പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ചൊവ്വാഴ്ച ദിവസം എന്തുണ്ട്? മട്ടൻ കറി ഉണ്ട്. അത് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. നല്ല ഫുഡ്, എപ്പോഴും പോലീസുകാർ എസ്കോർട്ട്, ഇടവും ബലവും. ഒന്ന് കുഴഞ്ഞു വീണ അപ്പോഴേ കൊണ്ടുപോകാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുകൾ, ആംബുലൻസ് എല്ലാം റെഡി. ഇവിടെ വല്ലതും കുഴഞ്ഞു വേണം ആരെങ്കിലും കൊണ്ടുപോകും. വീട്ടിൽ കുഴഞ്ഞു വേണം പെണ്ണുങ്ങൾ നോക്കിയിട്ട് ചിരിക്കും. ഇവിടെ കടക്കട്ടെ, വേണമെങ്കിൽ നല്ല കഷായം കലക്കി കൊടുക്കും. എഴുന്നേക്കണ്ട, ഖലാസ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കഷായമൊക്കെ എല്ലാവരും നിർത്തി. വീട്ടിൽ അരിഷ്ടമൊക്കെ കുടിക്കുന്നവരൊക്കെ ഇപ്പൊ നിർത്തി വെച്ചിരിക്കുക. പെണ്ണുങ്ങൾ എടുത്ത് തരുമ്പോൾ ഒന്നുകൂടി പേടിയാണ്.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങളൊന്നും അങ്ങനെയില്ല കേട്ടാ. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരിമാരെയും ഭാര്യമാർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. ആമീൻ പറയ്. അല്ലേ സലീമിക്ക? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഒക്കെ എന്താ ഒരു പറയാൻ മതി? ഉറക്കെ പറയുന്നു അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. നിങ്ങളുടെ ഉറക്കമുള്ള ശബ്ദം കേട്ടിട്ട് വേണം ഇന്ന് വൈകിട്ട് ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്ക് മരുന്ന് തരാൻ. ഇതല്ല, വേറെ മരുന്നുകൾ. നിങ്ങൾക്ക് അസുഖങ്ങൾ പലതും ഉണ്ടല്ലോ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു സിഹത്ത് നൽകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, നമുക്കും അള്ളാഹു നീ ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. ബക്കറ്റ് അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നീയത്തുകളും സാധൂകരിക്കട്ടെ. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ദിൽഷാദ് ഉസ്താദൊക്കെ വന്നതുകൊണ്ട് ബക്കറ്റ് കാര്യമായിട്ടുണ്ട്. അതല്ലേ സമയം കഴിഞ്ഞാൽ പറയണം കേട്ടോ. നമുക്ക് കറക്റ്റ് എത്ര മണിയായി? ഇപ്പോൾ 10. കറക്റ്റ് 10:30 ആകുമ്പോൾ നിർത്താം. അധികം നീട്ടണ്ട. മഴയൊക്കെ അല്ലേ, നേരത്തെ കടന്നാല് സുബഹി കിട്ടും. അരമണിക്കൂർ കൂടെ പോരെ. ശരിക്കും ശ്രദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. വേറെ ഒന്നും പറയാനില്ല. അത് ശ്രദ്ധിച്ചോ. എല്ലാവരും ബക്കറ്റ് ഒന്ന് കാര്യക്ഷമമാക്ക്. നല്ല അങ്ങോട്ട് 50 ഇട്ടിട്ട് ഇങ്ങോട്ട് 30 എടുക്കുക. എന്താ കാണിക്കുന്നത്? അവിടെ അത് ഇട്ടേക്ക്, ഇനി എടുക്കണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിലർ ചില്ലറ മാറാൻ വേണ്ടി തന്നെ പള്ളി വരും. പിന്നെ കണ്ടിട്ടില്ലേ, എൻ്റെ പള്ളിയിൽ 100 രൂപ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് 90 രൂപ എടുത്തുകൊണ്ട് പോവാണ്. കാര്യമായിട്ട് ചില്ലറ മാറാൻ വരിക. 100 നോട്ടിട്ട് പള്ളിയിലോട്ട് പോലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്. അങ്ങനെ ആകല്ല. എല്ലാവരും അങ്ങോട്ട് ഇട്ടത് പിന്നെ ഇങ്ങോട്ട് എടുക്കണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകളെ നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സദഖയിലൂടെ ആഖിറം നീ ധന്യമാക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിർത്താൻ വേണ്ടി കത്ത് വന്നിട്ടുണ്ട്. നിർത്താൻ കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ നിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അള്ളാഹു കബൂലാക്കട്ടെ. അതൊന്നും അല്ല കേട്ടോ, നിർത്താനുള്ളതൊന്നുമല്ല. ഇനി ഇത് കഴിയുമ്പോൾ മൂപ്പരെ പൊങ്കാലിടല്ലേ. അതല്ല, അത് പറഞ്ഞേക്കാം. ജമാഅത്ത് പള്ളിയുടെ മിഹ്റാബും മിമ്പറും ഒക്കെ പുനർനിർമ്മിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. തുടക്കം ഇട്ടു നമ്മൾ അവർക്ക് റാഹത്തുണ്ടോ? എത്ര നിങ്ങളൊന്ന് പറഞ്ഞു, ഒരു തുക പറഞ്ഞു. 25,000 രൂപ. ഖുലൂ തക്ബീർ. മാഷാ അല്ലാഹ്. അങ്ങനെ വരട്ടെ. അതാണ് അതിൽ ഖൈറുണ്ട്. അദ്ദേഹം സെക്രട്ടറിയാണ്. മാഷാ അല്ലാഹ്. ഖുലൂ തക്ബീർ. 25,000 രൂപ അദ്ദേഹം. അല്ലാഹു സ്വീകരിക്കട്ടെ. അബ്ദുർ റഷീദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ദുആഇന് ഇജാബത്താണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഒരു സലാത്തിലേക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അബ്ദുർ റഷീദ് എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മഹല്ലിനെ നയിച്ചുകൊണ്ട് പോകുന്നവരിൽ പെട്ടവരാണ്. നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ പരിപാലനം നീ കബൂലാക്കണേ അല്ലാ. പള്ളിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ്. നീ സിഹത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. 25,000 രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ബാക്കി വെച്ച സമ്പാദ്യത്തെ സന്തോഷം നൽകണേ അല്ലാ. ദുഃഖങ്ങളെല്ലാം അകറ്റണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം അവർക്ക് നീ നസീബാക്കണേ അല്ലാ. അവരെ സ്വപ്നത്തിലും ഉണർവിലും ഒന്ന് കണ്ട് അവരുടെ തർബിയത്തിലായി ജീവിതം കൊടുക്കണേ റബ്ബേ. അവരുടെ മദദിലാക്കണേ അല്ലാ. മുത്തുനബിയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. അവിടുത്തെ പേരക്കുട്ടിയാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവടക്കമുള്ള സർവ മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് കടക്കാൻ ഈ സദഖ നിദാനമാക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 15,000 അല്ലാഹു സ്വീകരിക്കട്ടെ. പേരെന്ന് പറഞ്ഞു സജീർ. അല്ലാഹു സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്.
അല്ലാഹു സ്വീകരിക്കട്ടെ. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 10,000 പറഞ്ഞ പ്രിയ സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സദീറിന്റെ ജീവിതത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ബാക്കി വെച്ച സമ്പാദ്യത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. പുന്നാര ഹബീബിന്റെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പേരെന്ന് പറഞ്ഞു ശിഹാബുദ്ദീൻ 10,000. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ മടിയില്ലാതെ നൽകുന്നവരാണ്. അല്ലാഹുവേ ഈമാൻ സലാമത്താക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും. ഞാൻ ചോദിക്കാം. ഇവിടെ ഒന്ന് വാത് പറഞ്ഞു എഴുതിയാ മതി. പറയാം അത് പറയട്ടെ. ഇച്ചിരി പറഞ്ഞോട്ടെ. ബുദ്ധിമുട്ടാണോ ഇത്? എനിക്ക് വിഷയമൊന്നുമില്ല. റാഹത്ത്. നാളെ രാവിലെ 10 മണിക്ക് വാളുണ്ട്. ഇച്ചിരി വിശ്രമിക്കാം. നാളെ തൊഴിലാളി മുക്കം എന്ന് പറയുമ്പോൾ തേവലക്കര വാളുണ്ട്. പകല് ദിനാന് ഞങ്ങോട്ടുള്ള എല്ലാ ദിവസവും പകലാവുള്ളൂ. രാത്രിയേക്കാൾ പകലാണ്. വൈകിട്ട് ഓയൂരുണ്ട്. പിറ്റേ ദിവസം വലിയ വീട്ടിപ്പള്ളിയിൽ, അതായത് വലിയ പരിപാടി നടക്കുന്ന പരിപാടിയാണല്ലോ, ആണ്ട് നേർച്ച. വലിയ വീട്ടിൽ അറിയില്ലേ, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അത് പകല് പരിപാടി. അവിടെ സമാപനമാണ്. അന്ന് തന്നെ ഉച്ചയ്ക്ക് പരിപാടി ദേവലക്കര തന്നെ ഉണ്ട്. അന്ന് തന്നെ വൈകിട്ട് മണപ്പള്ളിയിലുണ്ട്. അന്ന് രാത്രിയിൽ തന്നെ ചാവക്കാടുണ്ട്. ഇങ്ങനെ ഫുള്ളുമായത് ജീനാനി ദിനത്തോട് ബന്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വേഗം നിർത്തിയ നമുക്കത്ര റാഹത്ത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കുറച്ചു നേരം കൂടെ 10 മിനിറ്റ് ഇരിക്കൂലേ? ശരിമിക്കാക്ക് കുഴപ്പമില്ലല്ലോ. ശരിക്കാണ്ടില്ല. എവിടുന്ന് വന്നേ? പനച്ചുമൂടുന്ന് വന്നേക്ക, കരുനാഗപ്പള്ളിയിൽ നിന്ന്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ മഴയത്ത് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഇവിടെ. അവരെ സമ്മതിക്കണം ഇങ്ങോട്ട് വരാതെ. ഇത് ഇത്രയും ദൂരത്ത് നിന്ന് മഴയെ നനഞ്ഞ് മുമ്പിൽ വന്നില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയ്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അതുപോലെ തന്നെ സുഹൈർ ഉസ്താദും ദിൽഷാ ഉസ്താദും അവരൊക്കെ ദൂരത്തുനിന്ന് വന്നിരിക്കുന്നവരാണ്. അതുപോലെ എത്രയോ ഉസ്താദ്മാർ ഈ മജ്‌ലിസിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഫിയത്തുള്ള സിഹത്ത് അള്ളാഹു നസീബാക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവരൊക്കെ വന്നിരിക്കുന്ന ക്യാമറയിൽ കിട്ടാൻ. പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞങ്ങളൊക്കെ ഒന്ന് തിരിച്ചു. നീ ഇരുന്ന് ഉറങ്ങാതെ ഉണ്ട്. വീട്ടുകാരൊക്കെ ഉണ്ട്. സലിമിക്കയുടെ കുടുംബസമേതാണ് വന്നിരിക്കുന്നത്. അള്ളാഹുവർക്കൊക്കെ ഹൈറ് നൽകട്ടെ. നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ അള്ളാഹു സിഹത്ത് നൽകട്ടെ. ഉസ്താദ് അന്ന് പള്ളി വന്നിരുന്നു അല്ലേ? ഉസ്താദിന്റെ പേരെന്തായാലും അബ്ദുസ്സലാം. അത് തന്നെ. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അത് തന്നെ. അവിടെ ശ്രദ്ധിക്ക്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നിയ്യത്തുകൾ അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ക്യാമറ ഒക്കെ വരുന്നുണ്ട് മക്കളെ. തലമുടിയൊക്കെ ചെയ്യും. നല്ല വൃത്തിയായിട്ടിരിക്കും. ലോകം മുഴുവൻ പോകുന്നതാണ്. ശരിക്കിരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറയണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോ, കുഴപ്പമില്ല. ഈ കാലഘട്ടം നിസ്സാരമായ കാലഘട്ടമല്ല. വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചത് വലിയ പരിശ്രമമാണ്. അധാർമിക അരങ്ങ് വാഴ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഹിജറ കഴിഞ്ഞ് 470 കഴിഞ്ഞ് അദ്ദേഹം ഇൽമു നേടിക്കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി?
10-32 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 470 നിന്ന് പിന്നീടും പോയി 18 കഴിഞ്ഞ് പിന്നീട് 32 വർഷവും കഴിഞ്ഞ് 51 വയസ്സായി മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അദ്ദേഹം വിവാഹത്തെ പറ്റി ആലോചിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിവാഹത്തെ പറ്റി ആലോചിക്കുന്നത്. കാരണം വയസ്സെത്രയായി. മുത്തുനബിയുടെ സുന്നത്തെടുത്ത വ്യക്തിയാണ്, എല്ലാ സുന്നത്തും എടുത്ത വ്യക്തി. മുഅക്കദായ ശക്തിമത്തായ ഒരു സുന്നത്ത് ഒഴിവാക്കി പോയി. ഏതാണത്? വിവാഹം. അപ്പൊ അത് ചെയ്യണ്ടേ? അത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിയ്യത്ത് വെച്ചു. അതുകൊണ്ട് തന്നെ കാലം വളരെയേറെ വൈകി. അതുകൊണ്ട് അദ്ദേഹം 4 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു. 4 വിവാഹം കഴിച്ചു. ആര്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് അങ്ങനെ? കാരണം കാലം വളരെ വൈകിയിട്ടുണ്ട്. എത്രയാണ് ആയുസ് എന്ന് പറയാനൊക്കൂല. അത് പ്രവചിക്കുക അല്ലാഹുവിനല്ലാതെ വേറൊരു വ്യക്തിക്കും അറിയൂല. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 4 വിവാഹം കഴിച്ചു. 49 മക്കളെ അല്ലാഹു നൽകി. എത്ര മക്കൾ? 49 മക്കൾ. ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. 27 ആൺമക്കളും 22 പെൺമക്കളും. എത്ര ആൺമക്കൾ, എത്ര പെൺമക്കൾ? 27 ആണും 22 പെണ്ണും. അല്ലാഹുവേ, അവരിങ്ങനെ ജീവിച്ച് കളിച്ച് വളരുന്നതിനിടയിൽ ചെറുപ്പത്തിൽ തന്നെ 35 മക്കൾ മരണപ്പെട്ടുപോയി, ആണിലും പെണ്ണിലുമായി. 27 ആൺമക്കളിൽ നിന്ന് 14 പേര് മരിച്ചു. 14 പോയാൽ പിന്നെ എത്രയുണ്ട്? 27 14 പോയാൽ വേഗം പറയണം, കണക്കുള്ള ആരാ നോക്കട്ടെ. 13. അതാരാ പറഞ്ഞത്? നിങ്ങളെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 27 14 പേര് മരിച്ചു. ബാക്കി എത്ര പേരുണ്ട്? 13 ആൺമക്കൾ ബാക്കി. 22 പെൺമക്കളിൽ നിന്ന് 21 ചെറുപ്പത്തിലെ മരിച്ചു. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് ബാക്കിയായത്. അപ്പൊ 13 + 1 എത്രയാണ്? 14 പേര് ബാക്കിയായി. മൊത്തം എത്ര പേരായിരുന്നു? 49. 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. മനസ്സിലാക്കണം. ആർക്ക്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. സബക്കിന് ഇങ്ങനെ ഇരിക്കുമ്പോ, ക്ലാസ്സിലിരിക്കുമ്പോ ശിഷ്യന്മാർ വന്നിട്ട് പറയും, സാദേ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ചിലപ്പോ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിറ്റത്തെ ക്ലാസ്സിൽ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടാവും. റബ്ബിന്റെ ഖദാ ആണ്, ക്ഷമിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. വീണ്ടും പറയാൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ്. ഇത് തന്നെ ജീവിതത്തിൽ വേറൊന്നുമില്ല. എന്ത് കഷ്ടനഷ്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും, സന്തോഷം വന്നാലും സന്താപം വന്നാലും അൽഹംദുലില്ലാഹ്. ഇതാണ് അവിടുത്തെ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മളിത് 2 കുട്ടികൾ മരിക്കുമ്പോ തന്നെ നെഞ്ചത്തടിച്ച് കരച്ചിലാൻ. ഒരു കുട്ടി മരിച്ചാൽ മതി, വിഷമമായി, പിന്നെ വിറങ്ങലിക്കണം. എപ്പോഴും അത് പറഞ്ഞുകൊണ്ട് തന്നെ നിലകൊള്ളുക. 35 മക്കൾ മരണപ്പെട്ടിട്ടും അവിടുത്തെ ഈമാൻ മുറുകെ പിടിച്ചവർ നിലകൊണ്ടു. ഈമാനാണത്. ഈമാന് തഖ്വയുള്ളവരെ നിലത്ത് വീഴാതെ പോവുള്ളൂ. മക്കൾ മരണപ്പെട്ടു പോകുമ്പോ, ഇല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഹിതം സംഭവിക്കുമ്പോ, വിഷമമുണ്ടാകുമ്പോ, ദുഃഖമുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ, ഏറ്റവും ഇഷ്ടമുള്ളതാകുന്ന ഉമ്മ മരിക്കുമ്പോ, വാപ്പ മരിക്കുമ്പോ, സഹോദരൻ മരിക്കുമ്പോ, സഹോദരി മരിക്കുമ്പോ, താങ്ങായി തണലായി ഈമാനുണ്ടോ, നീ വീഴാതെ നിൽക്കും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഈമാനില്ലാത്തവനാണ് താഴെ ഈമാനില്ലാത്തവൻ താഴെ പോകും. പിന്നെ അവൻ അത് തന്നെ പറഞ്ഞിട്ട് കരച്ചിലൂടെ കരച്ചിൽ, ഖിയാമത്ത് നാൾ വരെ അതും പറഞ്ഞ് നിലകൊള്ളുക. ഒന്നുമില്ല. നിങ്ങൾ നോക്കി, എല്ലാ സൂഫി വര്യന്മാർക്കും അവരുടെ മക്കളെ ചെറുപ്പത്തിൽ അല്ലാഹു പിടിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ആൺമക്കളെ എല്ലാം അല്ലാഹു ചെറുപ്പത്തിലെ മരിപ്പിച്ചു എന്നുള്ളതാണ്. മനസ്സിലാക്കണം നമ്മൾ. അതിൽ ക്ഷമിച്ച് സഹിച്ച് മുന്നേറിയാൽ വമ്പിച്ച വിജയം കിട്ടും. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മക്കളൊക്കെ മരണപ്പെട്ടു പോയവർ എന്റെ ഈ സദസ്സിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ ശ്രോതാക്കളായിട്ടുള്ള ലൈവിലുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടതില്ല. കാരണം ഈ മാസം നമുക്ക് വലിയ സമാധാനം നൽകുന്ന മാസമാണ്. കഴിഞ്ഞ മാസവും അതുപോലെ തന്നെ മുത്തുനബിയുടെ മാസം. ഈ മാസമാകുന്ന റബീഉൽ ആഖിർ മുഹ്യിദ്ദീൻ ശൈഖിന്റെ മാസവും നമുക്ക് വലിയ സമാധാനം. അപ്പോ 27 ആൺമക്കളിൽ നിന്ന് 14 മക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി, 13 പേര് ബാക്കിയായി. 22 പെൺമക്കളിൽ നിന്ന് 21 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി, ഒരു പെണ്ണ് ബാക്കിയായി. 13 + 1 14 പേര്, 35 പേരും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവസാന വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ഇമാമത്ത് നിന്നത്. ആ മകന്റെ പേര് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ മഹാനാണ്.
മൊയ്തീൻ ഷെയ്ഖിന്റെ അടുക്കൽ തന്നെയാണ് ഇൽമെല്ലാം പഠിച്ചത്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെട്ടു, വലിയ സൂഫി വര്യനായി തീർന്നു. ആ മകൻ തന്നെ ആലിമും തഖിയും നഖിയുമായപ്പോൾ ആ മകൻ തന്നെയാണ് വാപ്പാക്ക് ജനാസ നിസ്കരിച്ചത്. മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മയ്യത്തിന് ഇമാമത്ത് നാരാൻ മകനായ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിനൊക്കെ ദറജ ഉയർത്തട്ടെ. ഒരു മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നൽകി. ഒന്നല്ല 13 ആൺമക്കളെ നൽകി, ഒരു പെണ്ണിനെയും അല്ലാഹു കൊടുത്തു. ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തു. എന്നാൽ ഒരുപാട് സങ്കടങ്ങൾ ഇപ്പുറത്തുണ്ടായി. 35 മക്കൾ മരണപ്പെട്ടു പോയി. എന്നിട്ടും അവിടുന്ന് ആവലാതിപ്പെട്ടില്ല, വ്യവരാതിപ്പെട്ടില്ല. പക്ഷെ ഈ മക്കളെയൊക്കെ അള്ളാഹു സമ്മാനിച്ചത് ആരിലൂടെയാണ്? 4 വിവാഹം കഴിച്ചതിലൂടെയാണ്. അവ ചിലര് പറയും, കണ്ടോ ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇവര് കുറെ ഔലിയാക്കന്മാരായിട്ട് ചമയുന്നവരൊക്കെ 4, 5 ഒക്കെ കെട്ടുന്ന ടീംസാ. 4 കെട്ടാന്ന് പറഞ്ഞാൽ 4 തന്നെ അവര് കെട്ടിയിരിക്കും എന്ന് വാദം ഉന്നയിക്കുന്നവരെ നിങ്ങൾക്കുള്ള മറുപടി അത് പഠിക്കണം. നമ്മളൊക്കെ നാം ഒന്ന് നമുക്കൊന്ന് പറഞ്ഞ് നിൽക്കുക, ഈ അടുത്തിടെ ഒരു സഹോദരൻ ദുബൈയിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന കുട്ടി സ്വിമ്മിംഗ് പൂളിൽ വീണ് മരണപ്പെട്ടു പോയൊരു സംഭവം അതൊക്കെ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹവുമായിട്ട് പരിചയമുള്ള വ്യക്തിയായതുകൊണ്ട് അതിനെ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ വല്ലാത്ത വിഷമം. കാരണം എന്താ, മക്കളാവുന്ന കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാകുമായിരുന്നു, വേണ്ടാന്ന് വെച്ചിട്ട് ഒറ്റ കുട്ടിയേ ഉള്ളൂ. കാരണം ഇവൻ മതി, ഇവനെ കൊണ്ടങ്ങ് താങ്ങായി തണലായി എന്നും പറഞ്ഞ് നിന്നതാണ്. പക്ഷെ ആ കുട്ടി അവസാനം എവിടെ പോയി? സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അള്ളാഹു നടത്തുന്നത്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് മക്കളുടെ നിയന്ത്രണം നമ്മളല്ല എടുക്കേണ്ടത്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറായ നിലയ്ക്ക് അവർക്ക് റിസ്ക് കൊടുക്കും. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സാലിഹായ മക്കളെ നൽകട്ടെ. മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട് ഇവിടെ? നമ്മൾ സാലിഹായ മക്കളെ കിട്ടാൻ തേടണം. സാലിഹായ മക്കൾക്ക് വേണ്ടി ആയിരിക്കണം ജീവിക്കേണ്ടത്. അല്ലാതെ കുറെ മക്കളുണ്ടാകണം, അവനിലൂടെ എനിക്ക് ലുലുമാളി പോയി കിടക്കണം, അവിടെ പോകണം, എനിക്ക് 10 സെന്റ് സ്ഥലം വാങ്ങണം, ഏക്കർ കണക്കിന് ഭൂമി വാങ്ങണം, അവനിലൂടെ എനിക്ക് കാറ് വാങ്ങിക്കണം. ആ ഒരു ചിന്തയായി ദുന്യാവല്ല, ആഖിറത്തിൽ ഞാൻ മരിച്ചുപോയാൽ എന്റെ ഖബറിൽ, എന്റെ മഹ്ശറയിൽ എന്നെ കൊണ്ടെത്തിക്കുന്ന, എന്നെ പിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാലിഹായ മകനെ എനിക്ക് വേണം. ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. കാരണം അങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവിന്റെ സംതൃപ്തിയാണ്. മക്കള് വിവാഹം കഴിച്ച് മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആരുടെ സംതൃപ്തിയാണ്? റബ്ബിന്റെ സംതൃപ്തിയാണ്. കാരണം റബ്ബിന് ഏറ്റവും ഇഷ്ടം എന്താണ്? അവനെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. റബ്ബിന് സുജൂദ് ചെയ്യുന്ന ഒരു മകനെയല്ലേ നമ്മൾ സമ്മാനിക്കുന്നത്, മുസ്ലിമായ ഒരു മകനെ. അത് ആർക്കിഷ്ടമാണ്? അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കാരണം റബ്ബിന് സുജൂദ് ചെയ്യാൻ. ഇവൻ ഫാത്തിഹ ഓതുന്നത്, ഇവൻ മദ്രസയിൽ പോയി പഠിക്കുന്നത്, ഇവൻ താരീഖ് പഠിക്കുന്നത്, ഇവൻ അഖ്ലാഖ് പഠിക്കുന്നത്, ഇവൻ വ്യത്യസ്തമായ കായികകൾ ഓതുന്നത്, ഇവൻ ഫാത്തിഹയും മറ്റുള്ളതാകുന്ന ദിക്റുകളൊക്കെ ഉരുവിടുന്നത്, ഇതിന്റെ ഒക്കെ നേട്ടം ഈ വാപ്പാക്കും ഉമ്മാക്കും അവനും ഉള്ളതുപോലെ തന്നെ ഇതിന്റെ എല്ലാം സന്തോഷം ആർക്കുണ്ട്? അള്ളാഹ്ക്കുണ്ട്. കാരണം റബ്ബിന് സുജൂദ് ചെയ്യാൻ ഒരടിമയെ അള്ളാഹുവിന് വേണ്ടി നീ സമർപ്പിച്ചു, നീ നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം നിനക്ക് റിളാഉല്ലാഹ്, റബ്ബിന്റെ പൊരുത്തം കിട്ടും. മാത്രമല്ല ഒരു നബിയില്ല, അള്ളാഹുവിന്റെ മുത്തുനബിയുടെ പൊരുത്തവും കിട്ടും. എന്താ കാരണം? മുത്തുനബി പറഞ്ഞു, നിങ്ങൾ തസവ്വജു അൽ വലൂദ് അൽ വദൂദ്, ധാരാളം പ്രസവിക്കുന്ന നല്ല സ്ത്രീകളെ, സ്നേഹം തരുന്നതായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കുക. ഹബീബ് റസൂലുള്ളാഹി നല്ലതുപോലെ പ്രസവിക്കുന്നതായ സ്ത്രീകളെ വിവാഹം കഴിക്കുക. ഹദീസാണ് ഇതൊക്കെ, അല്ല എന്റെ വാക്കല്ല. തസവ്വജു അൽ വലൂദ് അൽ വദൂദ, നബി തങ്ങളുടെ അധ്യാപനമാണ്. ധാരാളം പ്രസവിക്കുന്നതാകുന്ന സ്ത്രീകളെ, നല്ല സ്നേഹം നൽകുന്നതായ സ്ത്രീകളെ, അവരെ വേണം വിവാഹം കഴിക്കുക. അതെങ്ങനെ അറിയുക? അത് സാധാരണ രീതിയിൽ അറിയുക. ഉമ്മമാര് അവരുടെ ഉമ്മയെ നോക്കണം, അവരുടെ പരമ്പര. 10 മക്കളാണ്, 10 പ്രസവിച്ചിട്ടുണ്ട് അവരുടെ ഉമ്മ, എങ്കിൽ ആ കുട്ടി ഉറപ്പായിട്ട് എന്താവും? അതിനുമല്ല, അതിന് മുകളിലും എത്തും. അങ്ങനെയാണ് സാധാരണ നോക്കുക. എന്നാലും ചിലത് അസാധാരണമായിട്ട് സംഭവിക്കാറുണ്ട്. 2 പ്രസവിച്ചതാകുന്ന മകളുള്ളത് കുട്ടി തന്നെ ചിലപ്പോൾ 4, 5 ഒക്കെ പ്രസവിച്ചോന്നിരിക്കും. റബ്ബിന്റെ ഖളാ ആണ്, ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ചാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വിവാഹം കഴിക്കണം. എന്തിന്? ഫഇന്നി ഉകാസിറു ബിക്കും യൗമൽ ഖിയാമ, ഈ സമുദായം അധികരിക്കുന്നത് കൊണ്ട് ഞാൻ റബ്ബിന്റെ മുന്നിൽ അന്തസ്സ് നടിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. നമ്മുടെ ഈ ഉമ്മത്ത് അധികരിക്കുമ്പോൾ നാളെ ആഖിറത്തിലേക്ക് ഓരോ പ്രവാചകന്മാരും അതത് സമുദായത്തെയും നയിച്ചുകൊണ്ടാണ് മഹ്ശറയിലേക്ക് വരിക. അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ സമുദായം പിറകിലുണ്ടാവും. എന്റെ സമുദായം മറ്റുള്ള പ്രവാചകന്മാരുടെ സമുദായത്തെക്കാൾ കൂടുതൽ ഉണ്ടാകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി ആണ് നബിതങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ എണ്ണം ആധിക്യമാകുന്നത് കൊണ്ട് ഞാൻ അന്തസ് വെക്കും നാളെ മഹ്ശറയിൽ. അപ്പൊ നബിയുടെ പൊരുത്തവും കിട്ടും മക്കൾ അധികരിച്ച്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിന്റെ പൊരുത്തം, നബിയുടെ പൊരുത്തം ഒരേ മതിയല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണണ്ട. അതിന് ധാരാളം
മക്കൾ അതിലൂടെ അള്ളാഹു നൽകുന്നതിനും ആരും തടസ്സം നിൽക്കണ്ട. ഇന്ന് ഏറ്റവും കൂടുതൽ ഭ്രൂണഹത്യ നിലകൊള്ളുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുട്ടികളായെന്ന് അറിയുമ്പോൾ തന്നെ 2 വരയുടെ സിഗ്നൽ കണ്ടു കഴിയുമ്പോൾ തന്നെ അള്ളാഹ് പേടിച്ചിട്ട് വേഗം തന്നെ ഡോക്ടറെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും തീർക്കണം, അലസിപ്പിക്കണം, അതിനുവേണ്ടി ഓടുന്ന ഘട്ടമാണ്. ഇത് വാങ്ങി നോക്കാനൊക്കെ വലിയ ഉഷാറായിരുന്നു. ഇതാണെന്ന് 2 വരെ കണ്ടപ്പോഴേ പിന്നെ അവൻ മയ്യത്തായി, ഹർറ മയ്യത്ത. പിന്നെ വേഗം തന്നെ ഇത് എങ്ങനെയെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി കണ്ട് ഗുളിക കഴിച്ച് എങ്ങനെയെങ്കിലും ഇതെടുത്ത് കളയണം. ഇതിന്ന് ധാരാളം മുസ്ലിം സഹോദരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. നമ്മളിൽ പലരും രഹസ്യമായി ഡോക്ടർമാരെ സമീപിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ റബ്ബ് ഇതെല്ലാം അറിയുന്നുണ്ട്. ചിന്തിക്കണം, ഒരു കുട്ടിയെ പോലും കിട്ടാത്ത എത്ര ആളുകളുണ്ട്, ദത്തെടുത്ത് വളർത്തുന്ന എത്ര ആളുകളുണ്ട്. ഞാൻ ഈ അടുത്ത ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിന് കുട്ടികളില്ല, വർഷങ്ങളായി, കച്ചവടക്കാരനാണ്. അദ്ദേഹം ഒരു കുട്ടിയെ എടുത്ത് വളർത്തി. എന്നിട്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷം. എന്നിട്ട് അദ്ദേഹം പറയും, ഉസ്താദ് ദ്വാരക്കണം, ഇത് ചെറിയ കുഞ്ഞാണ്, ഒരു കുഞ്ഞിനെ കൂടെ ദത്തെടുക്കാൻ പോകുന്നത്. ഞാൻ പറയാം, അത് ഇതിനെ വളർത്തി വലുതാക്കി ചിരിയെങ്കിലും ആക്ക്. അദ്ദേഹത്തിന് ഭയങ്കരമായ സന്തോഷം കൊണ്ടാണ്. കാരണം ഭാര്യയുടെ സന്തോഷം, കുട്ടികളില്ലാതെ ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ ഉള്ളൊരു ആനന്ദവും. ഞാൻ പറയും, 2 കൊല്ലമെങ്കിലും കഴിയട്ടെ. ഈ കുട്ടി തീരെ പൊടിക്കുട്ടിയാണ്. അതിൻ്റെതാകുന്ന കാലിലെ ആ രക്തത്തിൻ്റെതാകുന്ന തുള്ളി മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാലുകൾ തന്നെ ചുവന്നു തുടുത്തിരിക്കുകയാണ്. ആ കുട്ടിക്കൊന്ന് മാറട്ടെ, സ്വല്പം ഒന്ന് ആരോഗ്യമാകട്ടെ. അതിനു മുമ്പ് നിങ്ങൾ മറ്റൊരുത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട, ദത്തെടുക്കുക. അപ്പൊ ഈ രീതിയിൽ ദത്തെടുത്തുകൊണ്ട് ആളുകൾ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഘട്ടമാണ്. കാരണം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന അങ്ങനത്തെ ദമ്പതിമാർ നമ്മുടെ സമുദായത്തിൽ തന്നെ ധാരാളമുണ്ട്. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇത് ഭ്രൂണഹത്യ ചെയ്തിട്ട് നശിപ്പിക്കുന്ന ആളുകളും ഒരു ഭാഗത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാ, ഈ ലോകത്തേക്ക് കടന്നു വരുന്നതായ സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. ولا تقتلوا أولادكم خشية إملاق. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ 1400 വർഷം മുമ്പ് ആദരവായ പ്രവാചകൻ കടന്നു വരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളെ പരിപൂർണമായി കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമാ, അപശകുനമായി കണ്ടുകൊണ്ടിരുന്നതായ കാലഘട്ടമാണ്. ചെയ്യരുതേ, ചെയ്യരുതേ. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ഞാനൊന്ന് മതി, എനിക്ക് 2 മക്കളോ 1 മക്കളോ മതി എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, ഈ മകനിലൂടെ ദുനിയാവും ആഖിറവും നിനക്ക് കിട്ടുമെന്ന് ആരടാ നിനക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? അങ്ങനെ കരുതിയതായ ആളുകൾക്ക് എത്രയോ മക്കൾ നഷ്ടപ്പെട്ടു പോയവരാണ്. ആ മക്കളെല്ലാം പിഴച്ചു പോയില്ലേ? മാതാപിതാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറിക്കൊണ്ട് ഉല്ലസിക്കുന്നതായ പെൺമക്കളായി മാറിയില്ലേ? അന്യരാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നതായ ആൺമക്കളായി നമ്മുടെ മക്കളിൽ പലരും മാറിയില്ലയോ? കഞ്ചാവിന് അടിമപ്പെട്ടവരായില്ലയോ? ലഹരിക്ക് അടിമപ്പെട്ടവരായില്ലയോ? ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരല്ലയോ? അള്ളാഹുവിന്റെ പള്ളിയിൽ പോലും നമസ്കരിക്കാൻ വരാത്തവരായില്ലയോ? വാപ്പ ഇങ്ങോട്ട് വായെന്ന് പറയുമ്പോ പിറകോട്ട് തിരിഞ്ഞു നിൽക്കുന്നതായ മക്കളല്ലയോ? അതുകൊണ്ട് വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഭ്രൂണഹത്യ ചെയ്യരുതേ, മക്കളെ കൊന്നുകളയരുതേ. വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നഹ്നു നർസുഖുകും വ ഇയ്യാകും. നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, നിനക്ക് ആഹാരം നൽകുന്നവൻ ഞാനാണ്. നീ വിചാരിക്കും ഉന്നതമായ ജോലി എന്റെ കൈവശമില്ലയോ, ഞാൻ വലിയ മുതലാളിയായി മാറിയില്ലയോ, എനിക്കും കുടുംബത്തിനും പ്രശ്നമില്ല. അന്നം മുട്ടിക്കാതെ കൊണ്ടുപോകുന്നവൻ അല്ലാഹുവാണെന്നുള്ള വിശ്വാസം വേണേ. നഹ്നു നർസുഖുകും വ ഇയ്യാകും. നിനക്ക് റിസ്ക് നൽകുന്നവനും അല്ലാഹുവാണ്, അവർക്കും റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തി വീണ്ടും പറയുകയാണ്, ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. കുട്ടികളെ ആ രീതിയിൽ ഭ്രൂണഹത്യ ചെയ്തുകൊണ്ട് കൊലപാതകം നടത്തൽ അത് ഏറ്റവും വലിയ പാതകമാണ്, വൻ പാപമാണ്, നരകം കിട്ടാൻ കാരണമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 4 വിവാഹം കഴിച്ചു. കാരണം വയസ്സെത്രയായി? 51. ഇനി കുറഞ്ഞ ആയുസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 4 വിവാഹം കഴിച്ചു. വേഗം തന്നെ മക്കൾ അല്ലാഹു നൽകി. 49 നിന്ന് 35 പേര് മരണപ്പെട്ടു, 14 ചുരുക്കപ്പെട്ടു. വിവാഹ ജീവിതം. പിന്നീട് 40 കൊല്ലം ദറസാൻ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ദറസാൻ, ഗിരിപ്രഭാഷണമാണ്. 70,000 ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വരിക. എത്ര പേരാ? 70,000 പേര്. ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ കറാമത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സദസ്സിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവനും ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവനും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. മൈക്കൊന്നും വേണ്ട, നമ്മൾ മൈക്കിൽ ഓളിയും കൂട്ട് വീണ്ടും കൂട്ട് തന്നെ കളി, അതൊന്നും വേണ്ട അവർക്ക്. അവരുടെ കറാമത്താണത്. ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നവൻ എങ്ങനെ കേൾക്കുന്നോ ബാക്കിൽ നിൽക്കുന്നവനും അതേ സ്വരത്തിൽ കേൾക്കും. ഏതുപോലെ മക്കത്ത് സ്കരിക്കാൻ പോയപോലെ, മക്കത്തും മദീനത്തൊക്കെ കരിക്കാൻ പോയാൽ അങ്ങനെയല്ലേ? ഭൂമിയിലിരുന്നാലും ആ ഖിറാഅത്ത് കേൾക്കാം ഒരേപോലെ. ഇതേ സ്വരം തന്നെ ആയിരിക്കും ഫ്രണ്ട് സൊഫി നിന്നാലും അതേപോലെ തന്നെ. അങ്ങനെയല്ലേ? പോയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി. അള്ളാഹു പോവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പോയവർക്ക് വീണ്ടും ആ പുണ്യഭൂമിയിൽ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ പോയവർക്കറിയാം, സ്കരിക്കാൻ നിൽക്കുമ്പോൾ അറിയില്ലേ, ഏറ്റവും പുറകിൽ സഫ് കെട്ടിയാലും ഫ്രണ്ടിൽ നിന്ന് കെട്ടിയാലും ഒക്കെ ഒരേപോലെയാണ്. മൈക്ക് സിസ്റ്റം അതാണ്. ഇത് മൈക്ക് സിസ്റ്റം, ഇത് മൈക്കൊന്നും ഇല്ല, അല്ലാതെ തന്നെ ശബ്ദം ഇങ്ങനെ പറയും. ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവർ കേൾക്കും. അത് ഭയങ്കര കറാമത്താണ്. പണ്ട് നമ്മുടെ ഓച്ചിറയിൽ അന്തിവിശ്രമം ചെയ്യുന്ന പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അള്ളാഹുരുടെ ദറജ ഉയർത്തണം. അവരൊക്കെ പണ്ട് അതിനു മുമ്പ് എങ്ങനെയാണ്? അവരുടെയൊക്കെ ശബ്ദം ഇങ്ങനെ ഏറ്റവും ബാക്കിൽ സ്വരം വരെ കേൾക്കും. അതൊന്നും ഇതുപോലെ മൈക്ക് സിസ്റ്റങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം. ഉള്ളത് തന്നെ വളരെയേറെ പ്രശ്നമുള്ളതാകുന്ന മൈക്കുകൾക്കുള്ള കാലഘട്ടം. നല്ല സ്വരത്തിലോ ഒന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ പറയുന്നത് അങ്ങ് ബാക്കിലൊരു കേക്ക് വളരെ പ്രയാസമാണ്. സുന്നത്തമായത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരൊക്കെ പരിശ്രമിക്കാൻ, തൊണ്ട ഇടറി പരിശ്രമിക്കാൻ. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കണം. ചിന്തിക്കണം നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ ഏറ്റവും വലിയൊരു കറാമത്താണത്. പിന്നെ നമ്മളിൽ ചില ആളുകളുണ്ട്, എന്താണെന്നറിയോ, കറാമത്തുള്ളവരെങ്ങനെ പോയി നോക്കുക. എന്തെങ്കിലും മാജിക്ക് കാണിച്ചവനുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ അതാ സംഭവിച്ചു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് വലിയൊരു വിഷയമാണ്, വലിയ പ്രശ്നമാണ്. അയ്യോ അയാൾ നല്ല ഷെയ്ഖ്, നല്ല മനുഷ്യൻ. ഇതാണ് നമ്മുടെ ആൾക്കാർ. അങ്ങനെയാണ് നല്ല ഷെയ്ഖ്. കാരണം അയാൾ ഭയങ്കര സംഭവമാണ്. ചെന്നിരുന്നാൽ തന്നെ നമ്മളുടെ ഹിസ്റ്ററി മുഴുവൻ ചോദിച്ചു. നിന്റെ പേര് ഷുക്കൂർ എന്നല്ലേ? അതേ ഷുക്കൂർ. നീ വന്നിരിക്കുന്നത് നിന്റെ പെങ്ങള് നിനക്ക് സിഹർ ചെയ്ത കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കാല്ലേ? അതെ, സിഹർ എല്ലാം അറിഞ്ഞ്. ഇതെങ്ങനെ എത്തി? അയാൾ നല്ല ഇതാട്ടാ. പെണ്ണുങ്ങളൊക്കെ ചെന്നാൽ തീർന്നു. സുബൈദ താത്തല്ലേ? അതെ, സുബൈദ. നിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മുട്ട കിട്ടി, കോഴിയുടെ ഒരു തല മുഴുത് കിട്ടിയെന്നല്ലേ? അത് തന്നെ. അത് പറയാൻ വേണ്ടി വന്നേ. അതോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടാടി. ഭയങ്കര മഹാനാണ്, ഭയങ്കര സംഭവമാണ്. അയാളൊന്നും പറയരുത്. ഭയങ്കര ഷെയ്ഖാണ്. പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ബോർഡ് അടിച്ച് വിതരണം ചെയ്യും. ഫ്ലക്സ് ഒന്നും വെക്കണ്ട, പിന്നെ ഇവര് തന്നെ കൊണ്ടുള്ള ഫ്ലക്സ് ആണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് ഇന്ന് സമൂഹത്തിലെ നിരക്ക്. ഇത് എവിടുന്ന് കിട്ടിയതാ? വാദിക്ക വന്നിരുന്നപ്പോ PA ഉണ്ട് അകത്തിരിക്കുന്നത്. അവൻ വന്നിട്ട് ചോദിച്ചാൽ എന്താ എവിടുന്ന്? അവൻ പറഞ്ഞു സുബൈദ എന്നാ പേര്. എന്താ വിഷയം? അത് ഇന്ന പോലെ കോഴിത്തല നമ്മളോട് കുറിച്ച് എല്ലാ ഹിസ്റ്ററി മുഴുവൻ എടുത്ത് നമ്മൾ ഓർക്കും നമ്മുടെ കൂടത്തിൽ തന്നെ കയറാൻ വേണ്ടി ഇരിക്കുന്ന കാക്ക എന്ന് കരുതി ഇവനോട് ഫുൾ ഹിസ്റ്ററി പറഞ്ഞു. ഇപ്പം അതൊക്കെ പുറകു വഴി കൂടെ പോയി ജിന്നുമ്മ അടുത്ത് പോയിട്ട് പറയും, വരുന്നുണ്ട്, ഇന്ന ഡ്രസ്സായിട്ടിരിക്കുന്ന ഇന്ന താത്ത, സുബൈദ എന്നാണ് പേര്, എല്ലാ സംഭവം പറഞ്ഞു കൊടുത്ത്. അകത്ത് കയറുമ്പോൾ ഇവൻ പറയും ഇരുട്ട്, പൊള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് സുബൈദ നെട്ടി. ഇതാ നടക്കുന്ന തരികിടകൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലർക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം എന്നാലേ പറയുള്ളൂ. കാരണം എന്താ? ഹാലുറു ഇപ്പൊ മേത്ത് കയറുവന്ന്. അല്ലാഹ്, ഇരിക്കുന്ന ആരാ ഇത്? ബാഹുബലി 3 വട്ടം കണ്ടിട്ടിരിക്കുക. ഉള്ള സിനിമ ഫുള്ള് കാണും. എന്നിട്ട് വൈകിട്ടാകുമ്പോ ചികിത്സ. എന്താ ചെയ്യും?
ഇത് നടക്കുന്നതാണ്, ഞാൻ വെറുതെ പറയല്ല. കള്ള ജിന്നമ്മമാരും വ്യാജ ജിന്നപ്പമാരും അധികരിച്ച കാലഘട്ടം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഇതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതിനാണിത് പറയുന്നത്. യഥാർത്ഥ സുന്നത്യമായി നമ്മൾ പഠിക്കണം. ഖാദിരിയ തരീക്കത്തുണ്ട് ഇല്ല എന്നല്ല, നക്ഷബന്ദിയ തരീക്കത്തുണ്ട് ഇല്ല എന്നല്ല, ജിസ്തിയുണ്ട് ഇല്ല എന്നല്ല. ഇതെല്ലാ തരീക്കത്തുകളിലും ഇന്ന് വ്യാജന്മാര് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും വ്യാജന്മാര് വന്നു. ഏത് ചികിത്സാ രീതികളിലുമുണ്ട്. ഡോക്ടർമാർ തന്നെ വ്യാജം വന്നിട്ടുണ്ട്. അത് ഏത് മേഖലയിലും. ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷിന്റെ ഡോക്ടർ അടുത്തുണ്ട്, അലോപ്പതി നോക്കുന്നവരിലുണ്ട്. ഏത് ഡോക്ടറാണെങ്കിലും അതിലെല്ലാം വ്യാജന്മാര് വന്നിട്ടുണ്ട് എന്നതുപോലെയാണ് ഇതിലും. മനസ്സിലാക്കണം. നമ്മുടെ സഹോദരിമാര് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നിസ്സാരമായി നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് അതെവിടെ ചെലവഴിച്ചു, എവിടുന്ന് കിട്ടി, ചോദ്യമുണ്ട് മഹ്ശറയിൽ. വെറുതെ വിടൂല. നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് മാത്രമല്ല ചോദിക്കുന്നത്, മിൻ ഐന ഇക്തസബ വഫീമാ അൻഫഖ, എവിടെ ചെലവഴിച്ചു എന്നും ചോദിക്കുന്നു. അത് വിഷയമാണ്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ബാക്കിയുള്ളതിനെ കുറിച്ചെല്ലാം ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ സമ്പത്ത് മാത്രം രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, എവിടുന്നാണ് കിട്ടിയത്? രണ്ട്, എവിടെയാണ് ചെലവഴിച്ചത്? ഇത് ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ മഹ്ശറയിലേക്ക് വെച്ച കാല് അനക്കാൻ പറ്റൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ വലിയ വിഷയമാണത്. അവിടെയാണ് നമ്മൾ പെട്ടുപോവുക. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ മഹ്ശറയിലേക്ക് വെച്ചകാല് അനക്കാൻ പറ്റൂല സഹാബ, അനക്കാൻ പറ്റൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന്, നിന്റെ ആയുസിനെ പറ്റി ടോട്ടലായി ചോദിക്കുകയാ. 40 വയസ്സ് വരെ ജീവിച്ചവനല്ലേ? 50 വയസ്സ് വരെ ജീവിച്ചവളല്ലേ? 60 വയസ്സ് വരെ ജീവിച്ചതായ വ്യക്തിയല്ലയോ? എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടി എന്ന് ചോദിക്കുകയാ. ടോട്ടൽ നിന്റെ ആയുസിൽ ചെയ്തതായ അമലിനെ പറ്റി റബ്ബ് ചോദിക്കുകയാണ്. മറുപടി കൊടുക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ട ഉമ്മ? കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടതായ ചെറുപ്പക്കാരനല്ലയോ? സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടതായ സഹോദരനല്ലയോ? രാപ്പകലിൽ വ്യത്യാസമില്ലാതെ സീരിയലിൽ അടിമപ്പെട്ട ജീവിതം നയിച്ചതായ സഹോദരിമാരല്ലയോ? ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയവരല്ലയോ? തീർന്നില്ല. രണ്ടാമതായി ചോദിക്കുന്നത്, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. ആയുസ് ടോട്ടലായി ചോദിക്കുക മാത്രമല്ല, നിന്റെ യുവത്വ കാലഘട്ടത്തിൽ എന്ത് ചെയ്തടാ എന്ന് പടച്ച റബ്ബ് ചോദിക്കുമ്പോൾ പറയാൻ സാധിക്കുമോ സഹോദരാ? ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്കടിമപ്പെട്ട് നിലകൊള്ളുന്നത് ചെറുപ്പക്കാരല്ലേ, യുവതികളല്ലേ, സഹോദരിമാരല്ലേ? ഹശീഷ് ഉപയോഗിക്കുന്നവരില്ലേ? LSD ഉപയോഗിക്കുന്നവരില്ലേ? MDMA അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ നാക്കിയടിയിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സഹോദരിമാരില്ലയോ? വ്യാജമാകുന്ന മദ്യം വിൽപ്പന നടത്താനും വ്യാജമാകുന്ന രീതിയിൽ ലഹരി കച്ചവടം നടത്താനും സമൂഹത്തിൽ സമുന്നതമായ പദവി അലങ്കരിക്കാൻ കഷ്ടപ്പെടുന്നതായ യുവാക്കളായി മാറിയില്ലയോ? ചെറിയ പൈസ കിട്ടുമെന്ന് കരുതുമ്പോൾ തന്നെ രക്ഷിതാക്കളെ, കുടുംബങ്ങളെ അറുകുല നടത്താൻ മടിയില്ലാതെ ഉളുപ്പില്ലാതെ നിലകൊള്ളുന്ന ചെറുപ്പക്കാരല്ലയോ? ചെറിയ വിഷയങ്ങൾക്ക് കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട് പാവങ്ങളെ കൊന്നെടുക്കുന്നതായ മുസ്ലിം സഹോദരങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ശാപമല്ലയോ? നഊദു ബില്ലാഹ്. എവിടെയാണ് എത്തിപ്പോകുന്നത്? മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ആദ്യ വിവാഹം കഴിച്ച ഭർത്താവിനെ അവന് വിഷം കൊടുത്തുകൊണ്ട് കൊന്നുകളയുന്നതായ യുവതികളുടെ കാലഘട്ടമല്ലയോ? എവിടെയാണ് സമൂഹം എത്തിപ്പോയത്? ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, സയഅതി സമാനുൻ അലാ ഉമ്മതി ലാ യദിരിൽ ഖാതിലു ഫീമാ ഖതലാ.
വലാ യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില. ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരും സഹാബ, അന്ന് കൊന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊല ചെയ്തത്, കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല എന്തിനു വേണ്ടിയാണ് ഞാൻ കൊല ചെയ്തത് എന്നറിയാത്ത കാലഘട്ടം കടന്നു വരുമേ. രാഷ്ട്രീയത്തിലും സമുദായത്തിലും സമൂഹത്തിലും അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലഘട്ടമാണതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകാവസാനത്തിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അധികരിക്കുമെന്ന് 1400 വർഷം മുമ്പ് ആദരവായ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലർന്നുകൊണ്ട് കാണുന്ന സമൂഹമായി മാറിയില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചതാകുന്ന ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? നമസ്കാരങ്ങൾ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ ആ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായി കേൾക്കുന്ന ബാങ്കുകൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവ്വല് വഖത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതായ ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? ബാങ്ക് വിളി കേൾക്കുമ്പോൾ തന്നെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒളുവെടുത്തുകൊണ്ട് വീടിനകത്തളങ്ങൾ അവ്വല് വഖത്തിൽ നമസ്കരിക്കുന്നതായ യുവതികളുണ്ടോ, ചെറുപ്പക്കാരികളുണ്ടോ? നാളെ ആഖിറത്തിൽ മഹ്ശറയിലേക്ക് ചെന്ന് നിൽക്കുമ്പോ വെച്ച കാല് അനക്കാ പറ്റൂല. 4 കാര്യങ്ങൾക്ക് മറുപടി നൽകണേ. 1 ആയുസ്സിൽ ചെയ്തതായ അമലാണ്, 2 നിന്റെ യുവത്വ കാലഘട്ടത്തിൽ ചെയ്ത അമലാണ്. തീർന്നില്ല. വഅൻമാലിഹി സമ്പത്തിനെ പറ്റി മൂന്നാമതായി അള്ളാഹു ചോദിക്കുകയാ, എവിടെ നിന്നാണടാ നീ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത്, എവിടെയാണടാ നീ ചെലവഴിച്ചത് എന്ന് ചോദിക്കുകയാണ്. ദുനിയാവിൽ വ്യാജസിദ്ധന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായ സമ്പാദ്യം പെങ്ങളെ നീ കൊണ്ടുപോയി കളഞ്ഞില്ലയോ? ആത്മീയ ചൂഷകന്മാരുടെ വഞ്ചകന്മാരുടെ തട്ടകത്തിൽ നിന്റെ സമ്പത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞില്ലയോ പെണ്ണേ? ആലിമീങ്ങൾ വാദോരാതെ വാത് പറഞ്ഞിട്ടും എന്തേ പെണ്ണേ നീ കേൾക്കാതെ പോയത്? നരകം വിലക്ക് വാങ്ങുന്ന പെണ്ണായി നീ മാറിയില്ലയോ? അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്ത് ഹറാമായ മേഖലയിൽ ചെലവഴിക്കാനുള്ളതല്ല, ആഖിറത്തിൽ ഹിസാബാണ്. ഹിസാബ അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. എവിടെന്നാണടി കിട്ടിയത് ഈ സമ്പത്ത്, നീ എവിടെയൊക്കെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ അത് വ്യാജ ജിന്നമ്മയുടെയും ജിന്നപ്പയുടെയും സമുദ്രത്തിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊടുത്തതായ മുസ്ലിം സഹോദരിമാരില്ലയോ, സഹോദരങ്ങളില്ലയോ? ഹിസാബാണ്. മറുപടി കൊടുക്കാതെ വെച്ച കാല് അനക്കാ പറ്റൂല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 4ാമത്തത് റസൂലുള്ള പറയുകയാണ്, അവന്റെ അറിവിനെ പറ്റി അള്ളാഹു ചോദിക്കുമേ. ആ അറിവിൽ അവൻ എന്താണ് അമൽ ചെയ്തത്, പഠിച്ചതാകുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുമേ. മറുപടി കൊടുക്കാതെ അനങ്ങാ പറ്റൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കത്തിച്ചൊരിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ കത്തിയാളുന്ന നരകം നിന്റെ കൺമുന്നിൽ നിലകൊള്ളുന്ന ഘട്ടമാണ്. വിയർപ്പിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നിലകൊള്ളുകയാ. വമിൻഹും മയ്യൽജിമുഹുൽ അറഖു ഇൽജാമാ. വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളെ നാളെ മഹ്ശറയിൽ നിങ്ങൾക്ക് കാണാൻ സഹാബ. വിയർപ്പിൽ നീന്തി തുടിക്കുന്ന ആളുകളെ മഹ്ശറയിൽ കാണാൻ സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് സമ്പത്ത് കൊണ്ടുപോയി അവിടെ ഇവിടെ കൊണ്ട് ചെലവഴിക്കാതെ, അതിനൊക്കെ ഒരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അനാവശ്യമായി കൊണ്ടുപോയി ചെലവഴിക്കരുത്. 1 രൂപയാണെങ്കിലും കൊണ്ടുപോയി ഹറാമായ തലത്തിലേക്ക് ഇടരുത്, ഹറാമിൽ എടുക്കുകയരുത്. മക്കളൊക്കെ സാലിഹാകണമെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു സാലിഹായ മകനെ ലഭിക്കാൻ കാരണമായത് എന്താ? തുടക്കത്തിൽ പറഞ്ഞ ചരിത്രം, അതിലേക്ക് പോ. വാപ്പ ഒരു അത്തിപ്പഴത്തിന്റെ പിറകെ പോയതാണ്. ഒരത്തിപ്പഴം കഴിച്ചപ്പോ അതിന്റെ പിറകെ പോയതാണ്. നമ്മളൊക്കെ ആണെങ്കിലോ പള്ളിയിൽ നിന്ന് റമദാനിൽ 27-ാവിന് പള്ളിയിൽ നിന്ന് പൊതി കിട്ടി, ഒരു പൊതി കൈ കിട്ടി, അതുകൊണ്ട് കൈനെറ്റി കൊണ്ട് അകത്ത് വെച്ചിട്ട് തിരിച്ചു വന്നിരിക്കുക. പൊതി കിട്ടിയ റമദാനാണ്, 27-ാവാണ്, പള്ളിക്കകത്താണ്, കാക്കത്തോപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുക. എന്നിട്ട് പിന്നെയും പറയാണ് കള്ള ഹയവാൻ കിട്ടിയിട്ടില്ല.
ഇവനൊക്കെ ഇനി എവിടെ നിന്ന് നന്നാവും? ഇതിൽ കൂടെ വേറെ ഉദാഹരണം പറയണ്ടേ? മറ്റേ അകത്തോണ്ട് വെച്ചിരിക്കുക ഡിയോയ്ക്കകത്ത് സാധനം ഇരിപ്പുണ്ട്. 2 പൊതി കിട്ടി, എന്നിട്ട് മതിയായോ? 3 പൊതി കിട്ടി, മതിയായോ? മക്കളോടൊക്കെ പ്രത്യേക അനൗൺസ് വാപ്പ ചെയ്തിരിക്കുകയാണ്. 10 മക്കളെ പ്രസവിച്ച വാപ്പ അന്നാണ് 10 മക്കളെ ഒരുമിച്ച് വിളിച്ചിട്ട് പറയുന്നത്, മോനെ 27 പള്ളിയിൽ പോയിക്കോണം, കാരണം പൊതി എല്ലാം കൊണ്ടുവരണം. അതാണ് മസ്തി. പൊതി വിതരണം ചെയ്യുന്ന വടക്കേ സൈഡിലെ വാതിലിൻ്റെ അതിലേക്ക് കൂടെ, അവിടെ ആ സൈഡിൽ പോകണം ഇരിക്കാൻ. വാപ്പാടെ നിർദ്ദേശമാണ്. മക്കളോട് നിസ്കരിക്കാൻ പോലും 1ാമത് സഫീക്കാറാണ് ഇതുവരെ പറഞ്ഞകത്ത് വാപ്പയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് ഈ പൊതിയെല്ലാം കിട്ടിയിട്ട് പിറ്റേ ദിവസം നോമ്പാണ്. അതാ രസം. ഇതെന്താ ചെയ്യുക? ഇതിങ്ങനെ അപ്പച്ചമ്പിനകത്ത് വെച്ച് ആവി വെച്ച് കളിക്കുക. ചൂടൊക്കെ ആയിട്ട് തൂറ്റൽ വണ്ണ് എന്നാലും കുഴപ്പമില്ല, പിന്നെയും പിന്നെ ഇത് തന്നെ കളി. വയറിളകിയാലും കുഴപ്പമില്ല. നമ്മുടെ കൗമിന്റെ ഒരു അവസ്ഥ പറഞ്ഞാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ്. എത്ര കിട്ടിയാലും മതിയാവൂല, വീണ്ടും എഴുന്നു തന്നെ പരിപാടി. ഇതല്ലേ നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നന്നാവിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനും തഖ്വയും ഉള്ളവർക്കാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ പറ്റുക. എന്ത് 2 ക്വാളിറ്റി വേണം? ഈമാൻ, തഖ്വ. ഇത് 2 ഞാൻ വിശദീകരിച്ച് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പൊ അത് പറയുന്നില്ല. മുമ്പ് അത് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. ഈമാനും തഖ്വയും ഇത് 2 ആയത്തുകളിലായി അള്ളാഹു വിശദീകരിക്കുന്നത്. ആരാണ് മുത്തഖി, ആരാണ് മുഅ്മിൻ? ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്, ആ ആയത്ത് മാത്രം ഒന്ന് ഓതി വെക്കാം. ശരിയിരിക്കാൻ സമയമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. അതിനാണ് യഥാർത്ഥ മുഅ്മിൻ. ഖുർആൻ പറയാണ് സൂറത്തുൽ അൻഫാൽ. യഥാർത്ഥ മുഅ്മിൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ മുഅ്മിൻ. ഖുർആൻ പറയാണ് അങ്ങനെ മുഅ്മിനായെങ്കിലേ എന്താവുള്ളൂ? വിലായത്തിന്റെ ഒരു ക്വാളിറ്റി എത്തിക്കുള്ളൂ. വിലായത്തിന് എത്ര ക്വാളിറ്റി ഉണ്ട്? എന്തൊക്കെ ഒരുമിച്ച് കൂടണം? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. നമ്മളും ഈമാനാണ്, നമ്മൾ ഇതൊക്കെ ഉള്ളവരാ. അതിന് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ആയത്ത്. ശരിക്കും ശ്രദ്ധിക്കുക. ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ തള്ളു. ആരാണ് മുഅ്മിൻ? ശരിക്കും ശ്രദ്ധിക്കണതാ ഒറ്റ ആയത്ത് ഓതി അങ്ങ് പറഞ്ഞു പോവാൻ. ആരാണ് മുഅ്മിൻ? ഈ ക്വാളിറ്റികളൊക്കെ ഉണ്ടാകുമ്പോഴേ മുഅ്മിനാവുള്ളൂ. മുഅ്മിനായെങ്കിലേ എന്തിലേക്കാവുള്ളൂ? വിലായത്തിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുകൂടി ഉണ്ടാവണം? മുത്തക്കി കൂടി ആവണം. മുത്തക്കിയാണെങ്കിൽ അടുത്ത ആയത്ത് ഓതണം. അതിന് സമയമുണ്ടോന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയമില്ലെന്ന് തോന്നല്ലേ? അടുത്ത വർഷം പറഞ്ഞാലോ അത്? അടുത്ത വർഷം വരെ നമുക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഇല്ലെങ്കിൽ യൂട്യൂബ് കേട്ടാൽ മതി. ഞാൻ പെട്ടെന്ന് ആയത്തൊന്നും അർത്ഥമൊന്നും മാത്രം പറഞ്ഞു, അപ്പൊ അത് വിശദീകരിക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഖുർആൻ ദാ ശരിക്കും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ സത്യവിശ്വാസി ഈമാനുള്ളവനെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം വിറയ്ക്കുകയാണ്. ഭയപ്പാടിനാൽ വിറയ്ക്കും. വജിലത്തു ഖുലൂബുഹും, ഹൃദയം വല്ലാതെ കുലുങ്ങും. ഭയപ്പാടുകൊണ്ട് അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ മതി, അപ്പൊ തന്നെ മനസ്സ് ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെയായിരുന്നു മുൻഗാമികൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ വിറയ്ക്കാണ്. അവരുടെ ശരീരത്തിന്റെ നിറം വല്ലാതെ മാറും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. ഭയപ്പാട് കൊണ്ടാണ്. റബ്ബിന്റെ മുന്നിൽ നിൽക്കല്ലേ. നിസ്കരിക്കാൻ കഴിയട്ടെ. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണം. ആ ഒരു വിശ്വാസമുള്ളവന്, ഈമാൻ ഉറച്ചവന്, അവർ ഭയങ്കര ഭയപ്പാടാണ്.
നമ്മളിങ്ങനെ അടുത്തൂടെ പോകുന്ന ഉറുമ്പിനെ വരെ നോക്കി അവൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരുന്നു. കാലേ കയറും എന്തോ കട്ടുറുമ്പാണെന്ന് കാലേ കയറിയ ഇന്ന് കടി കിട്ടും. നമ്മളത് നോക്കിയിരിക്കുന്നത്. ഒരു ഉറുമ്പിങ്ങനെ സഫി കൂടെ ഇങ്ങനെ വഴിഞ്ഞു വന്ന് നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം തള്ളവരിൽ വെച്ച് ഒരച്ച നമുക്ക് ആണ് നമ്മുടെ പരിപാടി. സ്കരിച്ചോണ്ടിരിക്കുക, ഭയങ്കര ഹൗഫ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് നമ്മുടെ അടുത്ത് നിന്ന് അപ്പുറത്തെ ഇക്കാടെ കാലോട്ട്, പ്രായമുള്ള ഇക്കാടെ കാലോട്ട് കൂടെ ചിരിക്കും. പുള്ളിക്ക് നല്ല സുഖമുണ്ട്, കിട്ടിക്കോട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ശരിയല്ലേ? എല്ലായിടത്തും ഉറുമ്പുണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെയാണ് നമ്മളെ നടക്കുന്നത്. ഒരു കൊതുക് കടിച്ചാൽ മതി, എല്ലാ ഹുഷുവും പോയി. ആ കൊതുകിനെയും അവന്റെ പരമ്പരകളെയും നശിപ്പിച്ചതിന് ശേഷമേ പിന്നെ സ്കാരത്തിൽ നിന്ന് സലാം വിട്ടുള്ളൂ. നീ സലാം വെട്ടി കഴിഞ്ഞാൽ അവന്റെ പരമ്പര മുഴുവൻ ആ ഏരിയയിൽ ഒറ്റ കൊതുകിനെ വെച്ചേക്ക്. ഇതാണ് നമ്മുടെ ഹുഷു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അടച്ചോ നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്സാര വിഷയമല്ല, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് വിലായത്തിലേക്ക് എത്താന്ന് പറഞ്ഞാൽ വെറുതെ ആവൂല. അള്ളാഹു എന്ന് കേട്ടാൽ തന്നെ അവരുടെ ഹൃദയം വല്ലാതെ വിറയ്ക്കും. തീർന്നില്ല. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഈമാനിനാൽ പ്രകാശിക്കുകയാ, ഈമാനിനാൽ പ്രകാശപൂരിതമാവുകയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു വചനം കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്, വിശ്വാസം രൂഢമൂലമാകുകയാണ്. അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം ഓതപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും. അങ്ങനത്തെ ആളുകൾ അല്ലാഹ് കേട്ടാൽ തന്നെ ഹൃദയം വിറയ്ക്കും, ചാഞ്ചല്യമുണ്ടാകും, ഒരു പേടിയും ഭയപ്പാടും ഉണ്ടാകും. മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർആനിക വചനങ്ങൾ കേട്ടാൽ അവർ വല്ലാതെ ഈമാനിലേക്ക് അങ്ങ് കടന്നില്ല. ഈമാൻ അധികരിക്കുകയും ചെയ്യും, കുറവുകയും ചെയ്യും. അങ്ങനെയാണ്. അൽ ഈമാനു യസീദു വയൻഖുസു. വലിയ അധ്യാപനം തന്നെയുണ്ട് ആവശ്യത്തിൽ. ഈമാൻ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. കള്ളു കുടിക്കുന്നവരിൽ നിന്ന് ഈമാൻ പരിപൂർണമായി ഒഴിവാക്കപ്പെടും. വ്യഭിചരിക്കുന്നവരിൽ നിന്ന് ഈമാൻ പരിപൂർണമായി ഒഴിവാക്കപ്പെടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ ഈമാൻ കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ദിക്ർ, സ്വലാത്ത്, ഖുർആൻ ഓത്ത്, നമസ്കാരമൊക്കെ ഈമാനിന് പ്രഭ കൂട്ടുന്നതാണ്. അതുകൊണ്ടാണ് അതുമായി കൂടുതൽ ബന്ധപ്പെടുന്നത് പറയാൻ കാരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റീചാർജ് ചെയ്യുന്ന പരിപാടികളാണ് അത്. അവ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നതിലൂടെ റീചാർജ് ചെയ്യപ്പെടും എന്നുള്ളതാകുന്ന ഒരു ആശയം ഇതിലൂടെ ഉണ്ട്. മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ അധികരിക്കും. ഖുർആൻ നമ്മൾ കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് കേൾക്കുന്നതൊക്കെ സിനിമാ പാട്ടാണ്. അത് മാറ്റം വരണം. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇന്നൊരുത്തനൊരു പുതിയ ഫോൺ എടുത്താൽ അവന് അതിനകത്ത് മുഴുവൻ പാട്ടുകളും എല്ലാ പള്ളി, ഇനി ഒരു പാട്ടും ഇല്ല. അവസാനം കൊണ്ടിട്ടേക്കുന്നതാണ് പാലാപ്പള്ളി. അതുവരെ കൊണ്ടിട്ടിട്ടുണ്ട്. ആലാപ്പള്ളി തിരുപ്പള്ളി വരെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതുവരെ ഫുള്ള് ചെവിയിലിട്ടിട്ട് ഇതിങ്ങനെ പരിപാടി കേട്ടോണ്ടേ നടക്കുക അല്ലേ? ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്തായി കേൾക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ബസ്സിലും ട്രെയിനിലും കാറിലും എല്ലായിടത്തും നമ്മുടെ ചെറുപ്പക്കാരിങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ടിരിക്കുന്നുണ്ട്. സഹോദരിമാരടക്കം, നമ്മുടെ പെൺമക്കളടക്കം. എന്താ ഇവര് കേൾക്കുന്നത്? എന്താ കേൾക്കുന്നത്? അബ്ദുറഹ്മാൻ സുദൈസിയുടെ ഖിറാഅത്താണോ? അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഖിറാഅത്താണോ ഇവര് കേൾക്കുന്നത്? ഒന്നുമല്ല. ഹറാമായിട്ടുള്ളതാകുന്ന മോശമാക്കപ്പെട്ട ഗാനങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് നിലകൊള്ളുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഴ പെയ്യുന്നുണ്ടോ ഇപ്പൊ? ഒന്ന് മാറ്റിക്കൊന്ന് പൊക്കിയേക്ക്. അരമണിക്കൂറെങ്കിലും അതിന്റെ വാടക കൊടുക്കാമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മോനെ ഒന്ന് പൊക്കിയേക്കട. എന്തേ മൈക്കാരം പോയ? വരുന്നുണ്ടോ? അപ്പൊ ഈമാൻ അധികരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങൾക്ക് ചായ ഒന്നും ഇല്ലേ? അത് ഇന്നില്ലേ? നാളെ ഒരാൾ സ്പോൺസർ ചെയ്താൽ മതി, ഒക്കെ റെഡിയാവും. നാളെ ഉണ്ടോ? ഷോ എന്നാ വേണ്ടേ. പൊതിയുണ്ടെന്ന് തോന്നല്ലേ? അവിടെ ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ അവിടെ ഉണക്കായിട്ടിട്ടുണ്ടല്ലോ. നാളെ കുത്തിബിയത്തുണ്ടോ? അതാണ് റെഡിയായിരിക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറിയ ഉള്ളി ഇട്ടാണ് വെക്കുന്നത്. ആണോ? മട്ടനാണോ? അതാണ് നല്ല ടേസ്റ്റിൽ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈറിലാക്കട്ടെ. സവാളയേക്കാൾ നല്ല ടേസ്റ്റ് അല്ലേ സലീമിക്ക? ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കറി വെച്ച് സലീമിക്കൊക്കെ അങ്ങനെ കറി വെച്ച് തരുന്ന ആൾക്കാരാ.
ഉള്ളിക്ക് വില കൂടി. അതുകൊണ്ടാ. അത് ശരി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസവും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം അതിനുവേണ്ടി ഭാഗവാക്കായവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞാൻ നിർത്തണേ, വേഗം ഈ ആയത്ത് ഒന്ന് ഓതി വെച്ചതൊന്ന് മാത്രം ശരിക്കും ശ്രദ്ധിക്കട്ടെ. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഖുർആനിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ ഈമാൻ അധികരിക്കും. മാത്രല്ല രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഹൃദയം വിറയ്ക്കും. രണ്ടാമത്, ഖുർആനിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ ഈമാൻ അധികരിക്കും. മൂന്ന്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിലേക്ക് സദാസമയം തവക്കുലാക്കി നിലകൊള്ളുന്നവരാ. എന്ത് വിഷമവും പ്രയാസവും വന്നാലും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. സാമ്പത്തികമായി പരാധീനങ്ങൾ വരട്ടെ, ശാരീരികമായി പ്രയാസങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാ. എല്ലാ ഖൈറും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാം റബ്ബിലേക്ക് തവക്കുലാക്കി നിലകൊള്ളുന്നവരാണ് മുഅ്മിനീങ്ങൾ. തീർന്നില്ല. ഖുർആൻ നാലാമതായി ക്വാളിറ്റി പറയുകയാണ്, അല്ലദീന യുഖീമൂനസ് സ്വലാഹ്. അവർ നമസ്കാരം നിലനിർത്തുന്നവരാ. അവർ നമസ്കാരം 5 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കുന്നവരാണ്. നമസ്കാരം അവ്വൽ വഖത്തിൽ നിർവഹിക്കുന്ന ആളുകളാണ്, മുടങ്ങത്തില്ല. അങ്ങനത്തെ പുരുഷന്മാർ അവ്വൽ വഖത്തിൽ നിസ്കരിക്കുന്ന സഹോദരിമാർ അവരാരാണ്? മുഅ്മിനാണ്. അവരേ മുഅ്മിനാവുള്ളൂ. മനസ്സിലാക്കണം. ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്തവനെ എന്ത് വിളിക്കാൻ പാടില്ല? മോമിൻ എന്ന് വിളിക്കാൻ പാടില്ല. അതായി പറയുന്നത്. മോമിനാന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടാവണം. നമ്മളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് ഈ പറയുന്നത്. ഇത് ഉണ്ടായാൽ നമ്മൾ എന്തായി? മുഅ്മിനായി. ഇതുണ്ടായി തീർന്നാൽ മുഅ്മിനായാൽ വലിയാകുന്നതിന്റെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താനുള്ള ഒരു ഭാഗം നമ്മൾ പൂർത്തീകരിച്ചവരാണ്. പിന്നെ ഒരു ഭാഗം കൂടെ ഉണ്ട്, തഖ്വ. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ നിൽക്കണേ, തീർന്നില്ല. അപ്പൊ അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ ഹൃദയത്തിന് വല്ല ഭയപ്പാടുണ്ടോ എന്ന് ചിന്തിക്കണം. ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അത് ഉണ്ടായി തീരാനാണ് നമ്മൾ മുഹീദ്ദീൻ റാത്തീബ് നടത്തുമ്പോൾ എന്ത് പറയുന്നത്? അല്ലാഹു അല്ലാഹു അല്ലാഹ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു ഹാ ഹു ഹി ഹയ്യുൻ. അല്ലാഹുവിന്റെ നാമങ്ങളാണത്. ഹാ ഹു ഹി ഹയ്യുൻ. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള സാന്നിധ്യം കൊടുക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം വല്ലാതെ വിറങ്ങലിക്കണം. നമുക്കവിടെ നമ്മൾ ലാസ്റ്റ് മറ്റേ അല്ലാഹ് എത്തിയെന്ന് ചോദിക്കുന്നത്. ലാസ്റ്റ് എന്തിനാ? അപ്പൊ റാത്തീബ് വേഷം തീരാറാവും, ഫുഡ് വിളമ്പാനാവും. അതാണ് നമ്മുടെ ചിന്ത. ലാസ്റ്റ് ഇറങ്ങി നിന്നിട്ട് 2 ആലളക്കം കാണിച്ചിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് പതുക്കെ പോവുക. ഒരു ഈമാനും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒച്ച ഉണ്ടാക്കിയിട്ടിട്ട് റാഹത്ത് ഫുഡ് അടിക്കുക എന്നുള്ള നീയത്തിൽ. അതിന് മാത്രം അങ്ങനെ ആകാൻ പാടില്ല. നല്ല ഇഖ്ലാസോടുകൂടി ഒന്ന് പിടിച്ച് അല്ലാഹു അല്ലാഹു അല്ലാഹ് വിളിച്ചെല്ലാവരും. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. സാരമല്ല, അത് കിട്ടിയാൽ രക്ഷപ്പെട്ട്. അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയപ്പാട്, ഒരു വിറയല് വരണം നമുക്ക് ഹൃദയത്തിൽ. അത് കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെടുമ്പോൾ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ കുളിരു കൊള്ളണം. ഈമാൻ അധികരിക്കുന്നതിന്റെ രക്ഷമാണ്. ഈമാനുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. മാത്രമല്ല റബ്ബിലേക്ക് എല്ലാ കാര്യങ്ങളും തവക്കുലാക്കി ജീവിക്കുന്നവൻ അവൻ മോമിനാണ്. മാത്രമല്ല അല്ലദീന യുഖീമൂനസ് സ്വലാ, നിസ്കരിക്കുന്നവനല്ല മോമിൻ. പിന്നെ ആരാണ്? നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ അവ്വൽ വഖത്തിൽ നിർവഹിക്കുന്നവൻ, അവനാണ് നിസ്കാരം. നിസ്കാരം കൊണ്ട് മുഖീമാവണം, കൃത്യമായി നിസ്കരിക്കുന്നവനാണ്. സമയത്ത് നിസ്കരിക്കുന്നതിലെ കാര്യം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ടതാണ് നിസ്കാരം.
ആ സമയത്ത് തന്നെ നിർവഹിക്കണം. അവനെ മുഅ്മിനാവുകയുള്ളൂ. തീർന്നില്ല. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയത് സമ്പത്തിൽ നിന്ന് ആവശ്യമുള്ള ദീനിന്റെ വിഷയങ്ങളിൽ ചെലവഴിക്കുന്നവനുമാണ് മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. അവനാണ് മുഅ്മിൻ. ആര്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയത്. അല്ലാഹ് പറയുന്നതാണ്. സക്കാത്തിന്റെ എന്ത് വിഷയം വന്നാലും സദഖയുടെ വിഷയം വന്നാലും അള്ളാഹിന്റെ ഡയലോഗ് ഇങ്ങനെയാണ്, നാം കൊടുത്തത്. കാരണം മനുഷ്യൻ സമ്പത്ത് കിട്ടുമ്പോൾ സ്വന്തമാണെന്ന് ധരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അത് ഓർമ്മിപ്പിക്കാൻ എടുത്തു പറയുന്നത്. എന്ത്? വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നന്മയുള്ള എന്ത് കാര്യത്തിന് ചോദിച്ചാലും കൈവർത്തിക്കൊണ്ട് കൊടുക്കുന്നവരാരുണ്ടോ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഈ പറഞ്ഞ ക്വാളിറ്റികൾ എണ്ണി പറഞ്ഞതായ ക്വാളിറ്റികൾ ഉള്ളവർ അവരാണ് യഥാർത്ഥ മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. അവരാണ് യഥാർത്ഥ മുഅ്മിൻ. അങ്ങനെ മുഅ്മിനായവനാണ് എന്താവുക? അല്ലദീന ആമനൂ എന്ന് പറഞ്ഞ വിലായത്തിന്റെ മർത്തബയുള്ള ആളുകളെ വിശദീകരിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുക. മുഅ്മിനാണവർ. അവരെ എന്താവുള്ളൂ? വലിയാവുള്ളൂ. വലിയാകണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ ഉണ്ടാവണം. തീർന്നില്ല. ഇനി മുത്തക്കിയുണ്ട്. അപ്പൊ അത് പറയാൻ നേരെയില്ല. അതിന് പതിലേക്ക് കിടക്കുന്ന ആയത്ത് വളരെ ദീർഘമാണ്. തഖ്വയുടെ അടയാളങ്ങൾ ഒന്നൊന്നുമല്ല, ഒരുപാട് അടയാളങ്ങൾ ഖുർആനിൽ പറഞ്ഞാൽ അത് പരതിയാൽ ഒന്നൊന്നുമല്ല, നൂറുകണക്കിനുണ്ട്. അതെല്ലാം കൂടി നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായ പരിശ്രമമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഠിനമായ പ്രയത്നമാണ്. ഇത് വെറുതെ ഒന്നും ആവൂല. അത് ഞാൻ പറഞ്ഞത്, മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടും ഒരു കുട്ടി സ്വാലിഹായി തീരും. നമ്മളുടെ ചിട്ടയായ ജീവിതം മതി. നമ്മൾ ഹലാലെ സമ്പാദിക്കാവുള്ളൂ. ഒരു മനുഷ്യന്റെ ഹറാമ് നമുക്ക് വേണ്ട. അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. എത്ര രൂപ കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞാലും അവന്റെ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും എന്നല്ല പറഞ്ഞാലും അത് അതിന്റെ അർഹത എത്തിക്കണം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എത്ര കടമുണ്ടെന്ന് പറഞ്ഞാലും പൈസ കയ്യിലേക്ക് കിട്ടുകയാണ്, എന്നാ ഇതെനിക്ക് എടുത്ത് ചെലവഴിച്ചുകൂടെ, ആ ചിന്തയില്ല. അങ്ങനത്തെ സാലിഹായ മനുഷ്യൻ വന്നാൽ മക്കൾ രക്ഷപ്പെടും. ആ ചിന്തയില്ല. ഇതങ്ങ് മറിച്ചേക്കാം, ആരും നോക്കാനില്ല, ഒരു മനുഷ്യൻ ചിന്തിക്കാനില്ല, ഇതങ്ങ് എടുത്തേക്കാം. അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പടച്ചം കൊണ്ട് മുന്നിൽ കൊണ്ടിട്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ എടുത്തങ്ങ് ചെലവഴിക്കുക. മക്കൾ അതിലൂടെ പിഴച്ചു പോകും. 1 രൂപ മതി ഹറാമായത് സമ്പാദിക്കുന്നത്. വലിയ വിപത്താണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കറാമത്ത് കിട്ടുന്നതല്ല, കാണിക്കുന്നതിലല്ല വിലായത്തിന്റെ അടയാളം. കറാമത്ത് കാണിക്കുക. ചില ആളുകൾ ഭയങ്കര കറാമത്ത് കാണിക്കുന്നുണ്ട്, ഭയങ്കര സംഭവം. അങ്ങനെ കറാമത്ത് കാണിക്കാനാണെങ്കിൽ മജീഷ്യ മുതുകാടൊക്കെ നമ്മൾ വലിയല്ലാഹു എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? മൂപ്പരതുപോലെ കാണിക്കുകയാണ്. ഇത് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അള്ളാഹു ഭയങ്കര കഴിവല്ലേ, സംഭവമായി ബൈഅത്ത് ചെയ്യും വേഗം പോയിട്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അദ്ദേഹം പോലെ അത് ഒഴിവാക്കിയിട്ട് നല്ല ഒരു പരിപാടിക്ക് നിന്നിട്ട് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാൻ വലിയ നന്മയാർന്ന പ്രവർത്തനമാണ്. ഒരുപാട് ആളുകൾ അതിന് സഹായകമായി നിലകൊള്ളുന്നുണ്ട്. വലിയ ഖൈറായ പ്രവർത്തനമാണ്. അതിനൊക്കെ സഹായിക്കണം, നല്ലതാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഭിന്നശേഷിക്കാരായ ധാരാളം ആളുകൾ ഇന്ന് ഓരോ കുടുംബങ്ങളിൽ വന്നിട്ട് നമ്മുടെ നാട്ടുകളുണ്ട്. ഓരോ നാട്ടിൻ പുറത്തിൽ ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും അംഗവൈകല്യങ്ങൾ സംഭവിച്ചത്, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. വലിയ സമ്പന്നരായ വ്യക്തികളുടെ കുടുംബത്തിൽ ഉറപ്പായിട്ട് ഒരാളുണ്ടാവും. അത് നോക്കിയാൽ മതി. നല്ല സമ്പത്തുള്ള വ്യക്തികൾ വിട്ട് ഒരു കുട്ടിയെങ്കിലും ഈ കുലത്തിലുള്ള ആ രൂപത്തിലുള്ള ഉണ്ടാവും. പഠിച്ചം കൊടുക്കുന്ന ഒരു പരീക്ഷണാണത്. എല്ലാം ഉണ്ട്. എന്നാ മാനസികമായിട്ട് അദ്ദേഹത്തിന് ഒരു വിഷമിക്കാനൊന്നുമില്ല. ഇന്ന് അവരെയൊക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളൊക്കെ അധികരിച്ചു വരുന്ന കാലഘട്ടം. ആ കുട്ടികളുടേതാകുന്ന കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചു ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന, അവർക്ക് നല്ല കഴിവുള്ള കുട്ടികൾ, അതുകൊണ്ടാണ് ഭിന്നശേഷി എന്ന് അവരെ പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നതിന്. അത്തരത്തിലുള്ള കുട്ടികൾ അള്ളാഹുർക്കൊക്കെ സിഹത്ത് നൽകുമാറാവട്ടെ. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയും വരാനിരിക്കുന്ന സമൂഹത്തെയും സമുദായത്തെയും അള്ളാഹു കാവലിലാക്കുമാറാവട്ടെ. ഇന്നോരോ കുടുംബങ്ങളിൽ ഒരാളെങ്കിലും ആയി വരുന്ന ഘട്ടമാണ് അത്തരത്തിലുള്ള ആളുകൾ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. അപ്പൊ കറാമത്ത് കാണിക്കുക എന്നുള്ളതല്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിസാലയിൽ രേഖപ്പെടുത്തിയൊരു വചനമുണ്ട്. വഅലം അന്ന മിൻ അജല്ലിൽ കറാമാത്തില്ലത്തി തകൂനു ലിൽ ഔലിയാഇ ദവാമു തൗഫീഖ് അല ത്വആത്ത്
വൽ ഇസ്മു മിനൽ മആസി വൽ മുഖാലഫാത്ത്. അറിയണം നീ യഥാർത്ഥമാകുന്ന വിലായത്തിന്റെ മർത്തബ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ദവാമു തൗഫീഖ് അല ത്വാഅത്ത്, നിസ്കാരവും നോമ്പും ഇബാദത്തുകളും ഒക്കെ കൃത്യമായി നിർവഹിക്കാനുള്ള ഒരു അവസരം, ഒരു തൗഫീഖ് കിട്ടലാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനൊരു മുടക്കം വരാതെ കൃത്യമായി കിട്ടുക എന്ന് പറയുന്നതാണ് തൗഫീഖ്. ആ തൗഫീഖ് കിട്ടലാണ് വിലായത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒറ്റ വക്കത്ത് മൊഴിയുന്നില്ല, അതിനൊരു തടസ്സം വരുന്നില്ല. ബാങ്ക് വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് ജമാഅത്തിന് പോകാൻ പറ്റുന്നുണ്ട്, അത് വലിയ തൗഫീഖാണ്. മാത്രമല്ല വൽ ഇസ്മു മിനൽ മആസി വൽ മുഖാലഫാത്ത്, എല്ലാ മോശമാകുന്ന മ്ലേച്ഛമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ പരിപൂർണമായി സംരക്ഷണം, ഒരു കാവൽ പടച്ചറബ് നിനക്ക് നൽകുന്നുണ്ടെങ്കിൽ വലിയ തൗഫീഖാണ്. അത് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതെല്ലാവർക്കും കിട്ടിക്കോളൊന്നുമില്ല. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരാൾ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ട്. ഹാദ്യമായിട്ട് നിൽക്കുകയാണ്, എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരു മനുഷ്യനുണ്ടെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്യുമോ? കാരണം അവൻ കാണുമെന്നുള്ള ചിന്തയുണ്ട്. ആര്? ഈ കൂടെ ഉള്ളവൻ കാണുമെന്നുള്ള ചിന്തയിൽ ഒരു തെറ്റും ചെയ്യൂല. എന്നാൽ റഖീബ് അതീദ് അലൈഹിസ്സലാം 2 മലക്കുകളുണ്ട്. ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് സുബൈക്കും അസ്റിനും അള്ളാഹു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് മലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഹദീസിൽ കാണാം, ഡെയിലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വേറെ വേറെ മലക്കുകൾ അള്ളാഹു വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പഠിച്ചിട്ട് ഖുർആനിലൂടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലും നമ്മൾ അവർ കാണുക തന്നെ, അവരിവിടെ ഇരിക്കുക തന്നെ പോൺസ്റ്റാറുകളെ കണ്ടുകൊണ്ട് അശ്ലീലതകൾ കണ്ട് രാത്രിയുടെ യാമങ്ങൾ WWE അടിച്ച് അശ്ലീലത ലോകത്തേക്ക് കണ്ടു നട്ടിരിക്കുന്ന സഹോദര സഹോദരിമാരായി നമ്മൾ മാറി. സീരിയൽ കണ്ടുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, പോൺസ്റ്റാറുകളെ കണ്ട് അശ്ലീല ലോകത്തേക്ക് നമ്മൾ നിലകൊള്ളുകയാണ്. എവിടെയാണ് നമ്മൾ എത്തിച്ചേരുക? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എവിടെ നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് ഈമാൻ എവിടുന്ന് വരും? എങ്ങനെ ഒരു വിലായത്തിൻ്റെതാകുന്ന ഒരു ചെറിയ കണിക നമ്മുടെ ഹൃദയത്തിലേക്ക് വരും? എങ്ങനെ വരും സഹോദരങ്ങൾ? അതുകൊണ്ട് ചിന്തിക്കൻ, നമുക്കൊന്ന് മുത്തുനബിയെ കാണണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദർശിക്കണ്ടേ? അവര് പോയ വഴിയിലൂടെ നമുക്കൊന്ന് നടക്കണ്ടേ? അവരുടെ ജീവിതചരിത്രം നമ്മൾ പഠിച്ചു. ജനനം മുതൽ 91 വയസ്സ് വരെ നമ്മളൊന്ന് രത്നചുരുക്കം പഠനം നടത്തി. അവരുടെ വിവാഹ ജീവിതം പഠിച്ചു, അവരുടെ കുട്ടിക്കാലം പഠിച്ചു, അവരുടെ വിജ്ഞാനം നുകരാൻ പോയ വർഷങ്ങൾ പഠിച്ചു, അവരുടെ 4 വിവാഹത്തെക്കുറിച്ച് പഠിച്ചു. 49 മക്കളിൽ 35 പേര് മരണപ്പെട്ടതും 14 പേര് ശേഷിച്ചതും നമ്മൾ പഠിച്ചു. ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് തിരിച്ചു പോകുന്ന നമ്മൾ അവിടുത്തെ ജീവിതം ഒന്ന് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരുപാട് കറാമത്ത് കാണിക്കുക എന്നുള്ളതല്ല. ഇന്ന് മനുഷ്യരൊക്കെ കറാമത്തിന്റെ അഖിലുകാരുടെ പിറകെ പോയി. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, മമ്പുറ മക്കാമിൽ ഭയങ്കര ആളായിരിക്കും സിയാറത്തിന്. കാരണം എന്താ? ജീവിതത്തിൽ ഒരുപാട് കറാമത്ത് കാണിച്ച വ്യക്തിയാണ്, ഒരുപാട് കറാമത്ത് കാണിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ ഓടും. അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല, വലിയ മഹാനാണ്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. ഖുതുബ് സമാനാണ്, കാലഘട്ടത്തിന്റെ വലിയ മഹാൻ ഖുതുബായിരുന്നവർ. എന്നാൽ അതിനപ്പുറത്ത് തന്നെ വലിയതാകുന്ന ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങൾ കിടപ്പുണ്ട്, വലിയ വലിയ ഉസ്താദുമാർ കിടപ്പുണ്ട്. അക്കാലഘട്ടത്തിലെ തന്നെ വലിയ വലിയ ആലിമീങ്ങൾ കിടപ്പുണ്ട്. അവരുടെ അടുക്കൽ ഇത്രത്തോളം ആളുകൾ ചെല്ലുന്നുണ്ട്? ഇല്ല. ഈജിപ്തിൽ പോയി നോക്കിയാൽ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഭയങ്കര ആളാണ് സിയാറത്തിന്. കാരണം അവർ ജീവിതത്തിൽ വലിയ കറാമത്ത് കാണിച്ച വനിതയായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ആര് കിടപ്പുണ്ട്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുയുടെ കിടപ്പുണ്ട്. ഇത്രയാൾ അവിടെ ഇല്ല. കറാമത്ത് കാണിക്കാത്തവനല്ല, മനസ്സിലാക്കണം. അതാണ് സമൂഹം അങ്ങനെ ആയിപ്പോയി. ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണ്. ജനങ്ങൾ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോൾ അവന്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ ആളുകളുടെ പുറകെ എന്തെങ്കിലും ജഗപൊക കാണിക്കുന്നവന്റെ പിറകെ ഓടിക്കൂടുന്നതല്ല ദീൻ, മനസ്സിലാക്കണം. നമ്മൾ യഥാർത്ഥ ആലിമീങ്ങളുടെ പിന്നിൽ നിലകൊള്ളി, നമ്മുടെ സാദാത്യങ്ങൾ പറയുന്നതിന്റെ പിന്നിൽ അണിനിരക്കിൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കൻ, ഒരണുവിട പോലും വ്യതിചലിക്കാതെ നമ്മൾ നിലകൊള്ളിൻ, യഥാർത്ഥ ദീൻ മുറുകെ പിടിക്കൻ. കണ്ട ജിന്നുമ്മമാരുടെയും ജിന്നുപ്പമാരുടെയും വ്യാജ തന്ത്രങ്ങൾക്ക് പിന്നിൽ നിങ്ങൾ ആരും പുറകെ പോകാൻ പാടില്ല. യഥാർത്ഥമായ